ഇവിടെയുള്ള ദൈവസഭ വളരെ പ്രാർത്ഥനയോടെ ആരംഭിച്ച യോഗ പരമ്പരകളുടെ രണ്ടാമത് രാത്രിയിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ നമ്മുടെ ഏവരുടെയും പ്രത്യാശയാകുന്ന യേശുക്രിസ്തുവിൻ്റെ നിർമ്മലമായ സുവിശേഷത്തിൻ്റെ വിളംബരങ്ങൾക്ക് ഏറെ വിശ്വാസങ്ങളുടെ വേരുകൾ ഉള്ള ഈ നാട്ടിൽ ഒരു രാത്രി സാക്ഷ്യം വഹിപ്പാൻ എനിക്ക് ലഭ്യമായ അവസരം ഒരു ഭാഗ്യമായും പദവിയായും അനുഗ്രഹമായും കരുതുന്നു. പരിമിതികൾ പലതാണ് എങ്കിലും അതിന് നടുവിൽ ഈ ആത്മീക സമ്മേളനം ഇത്രത്തോളം അനുഗ്രഹമാക്കി തീർത്ത സർവശക്തനായ ദൈവത്തിന് എല്ലാ പുകഴ്ചകളും ആദരവുകളും അവിടുത്തെ പാദപീഠത്തിൽ പ്രാരംഭമായിട്ട് അർപ്പണം ചെയ്യുന്നു. ഈ യോഗങ്ങളുടെ മുമ്പിൽ ഒരുപാട് പ്രയത്നിച്ച പ്രാർത്ഥിച്ച വിശ്വാസ സമൂഹത്തെയും ആദരണീയരായ കർത്തൃദാസന്മാരെയും ഇന്ന് രാത്രിയിൽ ഹൃദയംഗമായിട്ട് ഞാൻ അഭിനന്ദിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ മഹത്വമുള്ള വേലയിൽ വർദ്ധിച്ചു വരുന്നവരായിരിക്കാൻ നിങ്ങൾക്ക് ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ക്രമീകൃതമായ മനോഹരമായ ആത്മീക സമ്മേളനത്തിൽ ഒരു പ്രഭാഷകനായിട്ട് എനിക്ക് അവസരമൊരുക്കിയ പ്രിയപ്പെട്ടവരോട് എൻ്റെ ഊഷ്മളമായ നന്ദി ഞാൻ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ആരംഭമായിട്ട് രേഖപ്പെടുത്തുന്നു. ഈ രാത്രിയിലെ ഈ യോഗത്തിൻ്റെ ഏറ്റവും ആദരണീയനായ അധ്യക്ഷൻ എൻ്റെ പ്രിയ സുഹൃത്തും കൂടിയായ കർത്താവിദാസൻ, ഈ വേദിയിൽ ഭൂഷണരായിരിക്കുന്ന ഏറെ ബഹുമാന്യരായ കർത്തൃദാസന്മാർ, സഹപ്രവർത്തകർ, ഒരുപിടി നല്ല ഗാനങ്ങളിലൂടെ ആരാധനയിൽ നമുക്ക് കൃത്യമായ പ്രോത്സാഹനം നൽകുന്ന ഈ ആത്മീക സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഗമായ ഗായക സംഘം, ദൈവവചനത്തിൻ്റെ കേൾവിക്ക് വിവിധ സ്ഥലത്തു നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യരായ വിശ്വാസ സമൂഹം, ഈ ശബ്ദപരിധിയിൽ വീടുകൾക്കകത്തും പുറത്തും ഗാനങ്ങളിലൂടെ, പ്രാർത്ഥനകളിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ ഞങ്ങളെ തുടർമാനമായി ശ്രദ്ധിക്കുന്ന ബഹുമാനമുള്ള ദേശനിവാസികൾ, നിങ്ങൾക്കേവർക്കും ഈ രാത്രിയിലും ഞങ്ങളുടെ ഊഷ്മളമായ സ്നേഹ അഭിവാദനങ്ങൾ. മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ലോകത്തിൻ്റെ വിവിധ മുനമ്പുകളിൽ വിവിധ സമയങ്ങളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രേക്ഷകരെയും വളരെ സന്തോഷത്തോടെ വന്ദനം ചെയ്യുവാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ആമുഖങ്ങൾ ഉപസംഹരിക്കട്ടെ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ചിന്തകളിലേക്ക് പ്രവേശിപ്പാൻ താല്പര്യപ്പെടുന്നു. പരിചിതരായിട്ടുള്ള കർത്തൃദാസന്മാർ, പരിചയസമ്പന്നരായിട്ടുള്ള കർത്തൃദാസന്മാരൊക്കെ ഇന്ന് രാത്രി ഇവിടെയുണ്ട്. ഈ സെൻ്ററിൻ്റെ അമരക്കാരൻ ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. ആദരണീയനായ കർത്തൃദാസനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇവിടെയുള്ള പ്രാദേശിക സഭയ്ക്ക് ശക്തമായ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട തുളസി പാസ്റ്റർ, അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അനുഭവസമ്പന്നരായ പല കർത്തൃദാസന്മാരുടെ വലിയ സാന്നിധ്യം ഇവിടെയുണ്ട്. അവരുടെ മധ്യേ തിരുവെഴുത്തുമായിട്ട് നിൽപ്പാൻ ലഭ്യമായ അവസരം ഒരു പദവിയായിട്ട്, ഭാഗ്യമായിട്ട് കരുതുന്നു. എൻ്റെ സഹോദരൻ സോജൻ നാട്ടിൽ നിന്നും എന്നോടൊരുമിച്ച് യാത്ര ചെയ്ത് ഈ യോഗത്തിൽ അദ്ദേഹം സംബന്ധിക്കുന്നുണ്ട്, ഓഡിയൻസിൻ്റെ ഇടയിലുണ്ട്. അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ രാത്രി വളരെ പ്രാർത്ഥനയോടും ഏകാഗ്രതയോടും നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കണം. ഈ രാത്രിയിലെ ദൈവവചനത്തിൻ്റെ പ്രഭാഷണത്തിന് ഉപോത്ബലകമായി ഏവർക്കും വളരെ സുപരിചിതമായ ഒരു വേദഭാഗം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. തിമോഥെയോസിൻ്റെ രണ്ടാമത്തെ ലേഖനമാണ്, അതിൻ്റെ 2-ാമത്തെ അധ്യായം, 8-ാമത് തിരുവചനമാണ്. ബൈബിൾ കൊണ്ടുവന്നിട്ടുള്ളവർ ബൈബിൾ തുറക്കാം. ഞാൻ മാത്രമല്ല, നമ്മൾ ഒരുമിച്ച് ആ വാക്യം ഇന്ന് രാത്രിയിൽ വായിക്കും. ഒരുമിച്ച് വാക്യം വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയ അനന്തരം
ആ വാക്യത്തിൽ നിന്നും നമ്മൾ ഈ രാത്രിയിൽ ധ്യാനിക്കും. തിമോഥെയോസിൻ്റെ രണ്ടാമത് ലേഖനം 2-ാമത്തെ അധ്യായം 8-ാമത് വചനം വായിക്കുമ്പോൾ എന്നോട് ചേർന്ന് വായിക്കുക. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. ഒന്നുകൂടെ ശബ്ദമുയർത്തി എല്ലാവരും ആ വാക്യം ഒന്ന് വായിക്കാം. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. നല്ല വചനത്തിനായിട്ട് കൈകൾ ഉയർത്തി കർത്താവിനെ ശക്തിയോടെ ഒന്ന് മഹത്വപ്പെടുത്താം. ശക്തിയോടെ ഒരു വാക്ക് കണ്ണടച്ച് ഹൃദയത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ജീവൻ്റെ അപ്പമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ആകാശം ഒഴിഞ്ഞു പോയാലും ഭൂമിയില്ലാതായാലും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ നിസ്തുല്യ വചനങ്ങൾക്കായിട്ട് സ്തോത്രം. ഈ രാത്രിയിലെ പ്രഭാഷണത്തിന് ആധാരമായി ഞങ്ങൾ വായിച്ച തിരുവെഴുത്തിനെ സ്തോത്രത്തോടെ പ്രതീക്ഷയോടെ അങ്ങയുടെ കരങ്ങളിൽ തരുമ്പോൾ ഈ തിരുവെഴുത്തിൻ്റെ പൊരുളുകൾ ഇന്ന് രാത്രി ഞങ്ങൾക്ക് തിരിച്ചു തരുവാൻ പരിശുദ്ധാത്മാവ് തുണ നിൽക്കണമേ. ബലഹീനൻ്റെ നാവിൽ ലാവണ്യം പകരണമേ. ദുർബലമായ നാവിനെ സമർത്ഥകനായി ലേഖകന്റെ എഴുത്തുകോലാക്കണമേ. ജനത്തോട് ഇന്ന് രാത്രി സംസാരിക്കണമേ. ദേശത്തോട് ഇന്ന് രാത്രിയിൽ ഇടപെടണമേ. ഈ രാത്രിയിലെ സന്ദേശം ഞങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ ചിലരുടെ ഹൃദയം അങ്ങേക്കായി തുറക്കപ്പെടുവാൻ, ചിലരുടെ ഹൃദയത്തിൻ്റെ ശ്രീകോവിലിൽ അങ്ങേ രക്ഷകനായി പ്രതിഷ്ഠിക്കുവാൻ, ചിലരുടെ പേര് കൂടെ ജീവൻ്റെ പുസ്തകത്തിൻ്റെ താളിൽ കുറിക്കപ്പെടുവാൻ ഈ രാത്രിയിലെ സന്ദേശത്തിൻ്റെ പിമ്പിൽ അങ്ങയുടെ കരം ചലിക്കണം. അവിടുത്തെ ആത്മാവ് വ്യാപരിക്കണമേ. സുവിശേഷത്തിൻ്റെ പ്രകാശനങ്ങൾക്ക് വിരോധമായി ഉയരുന്ന സകല ഉയർച്ചകളെയും അങ്ങ് തന്നെ ശാസിച്ച് അന്തരീക്ഷത്തെ ഞങ്ങൾക്ക് അനുകൂലമാക്കണം. അങ്ങയുടെ നാമം മാത്രം ഉയർന്നിരിക്കണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വായിച്ച അനുഗ്രഹീതമായ വേദഭാഗങ്ങൾക്കായിട്ട് കർത്താവിന് സ്തോത്രം. ഈ വാക്യം നിങ്ങൾക്ക് ഏവർക്കും വളരെ പരിചിതമാണെന്ന് കരുതുന്നു. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന സഹപ്രവർത്തകർക്ക് ഈ വേദഭാഗങ്ങൾ ഏറെ സുപരിചിതമാണ്. എന്നെ സംബന്ധിച്ച് ഈ വാക്യം പുതിയ വാക്യമല്ല. ഇതിലെ സന്ദേശവും പുതിയ സന്ദേശമല്ല. സുവിശേഷ പ്രഭാഷണത്തിന് എനിക്ക് ലഭിക്കുന്ന പ്ലാറ്റ്ഫോമുകളിൽ സാധാരണ ഞാൻ പ്രസംഗിക്കാൻ ഇഷ്ടപ്പെടുന്ന, പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വേദഭാഗമാണ് ഈ രാത്രിയിൽ നിയോഗത്തോടെ പ്രഭാഷണത്തിന് ആധാരമായി നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. തിമോഥെയോസിൻ്റെ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ ആരംഭവാക്യങ്ങളാണ് വായിച്ചത്. ആ വാക്യത്തിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തിമോഥെയോസിൻ്റെ 2-ാമത്തെ ലേഖനത്തെക്കുറിച്ച് ആമുഖമായി ഒരു വാക്ക് മാത്രം ഞാൻ നിങ്ങളോട് ഒന്നും പറയാം. നിശ്ചയമായും വിശ്വാസികളായ ദൈവമക്കളായ നമ്മൾ വായിച്ചിരിക്കേണ്ടിയ ഒരു ലേഖനമാണ് തിമോഥെയോസിൻ്റെ 2-ാമത്തെ ലേഖനം. നമ്മുടെ പ്രത്യാശയാകുന്ന യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിനായി അവൻ്റെ മക്കളായ നമ്മെ ഒട്ടനവധി പ്രത്യാശയിൽ ഒരുക്കി നിർത്തുന്ന പ്രബോധനങ്ങൾ, ഉപദേശങ്ങൾ, വിശേഷാലുള്ള കൽപ്പനകൾ ദൈവാത്മാവ് ധാരാളമായി നിറച്ചു വച്ചിരിക്കുന്ന ലേഖനമാണ് തിമോഥെയോസിൻ്റെ 2-ാമത്തെ ലേഖനം. നമുക്കറിയാം, മഹാനായ പൗലോസ് 14 ലേഖനങ്ങളാണ് പുതിയ നിയമസഭയ്ക്ക് എഴുതിയത്. എന്നാൽ പൗലോസ് എഴുതിയ ലേഖന പരമ്പരകളിൽ ഏറ്റവും സമാപനമായി എഴുതിയ ലേഖനമായിട്ടാണ് വേദപണ്ഡിതാക്കൾ തിമോഥെയോസിൻ്റെ 2-ാം ലേഖനത്തെ കാണുന്നത്. അതിൻ്റെ പിമ്പിലെ കാരണം മറ്റ് ലേഖനങ്ങളിലൊന്നും പൗലോസ് പ്രതിപാദിച്ചിട്ടില്ലാത്ത വളരെ ഗൗരവമേറിയ ഒരു വിഷയം തിമോഥെയോസിൻ്റെ 2-ാം ലേഖനത്തിൽ പൗലോസ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് തൻ്റെ സ്വത്തിനെക്കുറിച്ചോ താൻ സമ്പാദിച്ച ബിരുദങ്ങളുടെ കൂമ്പാരത്തെക്കുറിച്ചൊന്നുമല്ല.
അത് തൻ്റെ മരണത്തെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷ പറഞ്ഞാൽ തൻ്റെ നിര്യാണത്തെക്കുറിച്ചാണ്. അപ്പോൾ മറ്റ് ലേഖനങ്ങളിലൊന്നും പൗലോസ് രേഖപ്പെടുത്തിയിട്ടില്ലാത്തതുപോലെ തിമോഥെയോസിൻ്റെ രണ്ടാമത്തെ ലേഖനത്തിൽ പൗലോസ് തൻ്റെ മരണത്തെക്കുറിച്ച് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് താൻ എഴുതിയ ലേഖനങ്ങളിൽ ഏറ്റവും സമാപനമായി എഴുതിയ ലേഖനമായിട്ടാണ് വേദവ്യാഖ്യാതാക്കൾ തിമോഥെയോസിൻ്റെ രണ്ടാം ലേഖനത്തെ കാണുന്നത്. ഈ രണ്ടാം ലേഖനം, രണ്ടാം അധ്യായം സമഗ്രമായ ഒരു ധ്യാനത്തിന് നാം വിധേയമാക്കിയാൽ ഗൗരവമേറിയ 3 പ്രസംഗ വിഷയങ്ങൾ, പഠന വിഷയങ്ങൾ ഈ രണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. കാമ്പുള്ള, കഴമ്പുള്ള, ആഴമുള്ള, അർത്ഥമുള്ള 3 ഗൗരവമേറിയ പഠന പ്രസംഗ വിഷയങ്ങളാൽ പൂത്തുലഞ്ഞ് സമ്പൽ സമൃദ്ധമായി നിൽക്കുന്ന ഒരു അധ്യായമാണ് ഈ രണ്ടാമത്തെ അധ്യായം. ഈ രണ്ടാം അധ്യായത്തിൽ തലപൊക്കി പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന 3 ഗൗരവമേറിയ വിഷയത്തെ വിശദീകരിക്കുവാൻ താല്പര്യമുണ്ടെങ്കിലും സമയപരിമിതി എൻ്റെ മുമ്പിലുള്ളത് കൊണ്ട് ആ 3 വിഷയത്തെ ഓരോ വാക്കിൽ നിന്ന് പരിചയപ്പെടുത്തി അതിലൊരു വിഷയം നിങ്ങളുമായി പങ്കുവെച്ച് വിരമിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ രണ്ടാം അധ്യായത്തിൽ തലപൊക്കി നിൽക്കുന്ന 3 ഗൗരവമേറിയ വിഷയങ്ങളിൽ ഒന്ന്, നാം സേവിക്കുന്ന ദൈവത്തിന് ചെയ്യുവാൻ കഴിയാത്ത 3 കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദീകരണമാണ്. ഈ അധ്യായത്തിലെ രണ്ടാമത്തെ വിഷയം ദൈവമക്കളായ നമുക്ക് ലഭ്യമായ 7 സ്ഥാനങ്ങൾ, ആ 7 സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് നാം നിർവഹിക്കേണ്ട 7 ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചുള്ള വിശദീകരണം. ഈ അധ്യായത്തിലെ 3-ാമത്തെ വിഷയം ഗൗരവമാണ്, ഗംഭീരമാണ്. അത് സുവിശേഷം എന്താണ്, എന്തെല്ലാമാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദീകരണമാണ്. അപ്പോൾ ഈ അധ്യായത്തിൽ തലപൊക്കി നിൽക്കുന്ന 3 ഗൗരവമേറിയ വിഷയങ്ങളിൽ 3-ാമത്തെ വിഷയമാണ് ഇന്ന് രാത്രി നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. സുവിശേഷം എന്താണ്, സുവിശേഷം എന്തെല്ലാമാണ്. അപ്പോൾ ഇന്ന് രാത്രിയിൽ എൻ്റെ പ്രഭാഷണത്തിന് നിങ്ങളുടെ മൗനാനുവാദത്തോടെ ഞാനൊരു തലക്കെട്ട് കൊടുക്കുന്നത് സുവിശേഷം എന്താണ് എന്നുള്ളതാണ്. ഈ സഭ ബദ്ധപ്പാടുകളേറെ സഹിച്ച് ഇങ്ങനെയൊരു യോഗം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നതിൻ്റെ പിമ്പിലെ ചേതോവികാരം മറ്റൊന്നുമല്ല, സകല ജനത്തിനും രക്ഷയ്ക്ക് കാരണമായ യേശു ക്രിസ്തുവിൻ്റെ നിർമ്മല സുവിശേഷം ഈ നാടിനോട് വിളംബരം ചെയ്യാനാണ്. 3 മണിക്കൂർ വാഹനമോടിച്ച് ബദ്ധപ്പാടുകൾ സഹിച്ച് ഞാൻ ഈ പുൽപ്പിറ്റിൽ നിൽക്കുന്നത് മറ്റൊന്നും പറയാനല്ല, മറ്റൊന്നിനെ കുറിച്ചും പറയാനല്ല, അതും ഇതും പറയാനല്ല, സകല ജനത്തിനും രക്ഷയ്ക്ക് കാരണമായ സുവിശേഷം ഈ നാടിനോട് വിളംബരം ചെയ്യാനാണ്. എളിയവരിൽ എളിയവനായ ഒരു സുവിശേഷ പ്രസംഗകൻ എന്ന നിലയിൽ എനിക്ക് പ്രസംഗിക്കുവാൻ ലഭിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ എന്ത് തന്നെയാണെങ്കിലും, കവലയാണെങ്കിലും, കല്യാണ വീടാണെങ്കിലും, മരണ വീടാണെങ്കിലും, കൺവെൻഷൻ ആണെങ്കിലും, എൻ്റെ പ്രഭാഷണത്തിൻ്റെ സിംഹഭാഗ സമയവും സുവിശേഷം മാത്രം കൈകാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എളിയവരിൽ ഏറെ എളിയവനായൊരു സുവിശേഷകൻ എന്ന നിലയിൽ ഈ നാടിനോട് ഇന്ന് രാത്രി വിളംബരം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന സന്ദേശവും അത് തന്നെയാണ്. സുവിശേഷം എന്താണ്, സുവിശേഷം എന്തെല്ലാമാണ് എന്നുള്ളതാണ്. എന്താണ് സഹോദരീ സുവിശേഷം? സുവിശേഷം എന്ന പ്രയോഗത്തിന് സുന്ദരമായ ഒരാശയമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കറിയാം, നല്ല വാർത്ത എന്നാണ്, ഗുഡ് ന്യൂസ് എന്നാണ്. ഇവിടെ എവിടെയാണ് നമുക്ക് നല്ല വാർത്ത കാണുവാൻ കഴിയുന്നത്? മാധ്യമങ്ങൾ, ദൃശ്യമാകട്ടെ, ശ്രവണമാകട്ടെ, അതിനകത്തൊക്കെ നമ്മെ വീർപ്പ് മുട്ടിപ്പിക്കുന്ന, ആശങ്കപ്പെടുത്തുന്ന, സങ്കടപ്പെടുത്തുന്ന, നിരാശപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന വാർത്തകളാണ്. പ്രഭാതത്തിൽ മുറ്റത്ത് വീഴുന്ന പേപ്പർ നിവർത്തി ആർത്തിയോടെ വാർത്ത പരതിയാൽ അതിനകത്ത് നമ്മെ ആശങ്കപ്പെടുത്തുന്ന, സങ്കടപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന, നിരാശപ്പെടുത്തുന്ന ഒരുപിടി ദുഃഖ, ദുരിത, ദുരന്ത വാർത്തകളെ കൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ പലപ്പോഴും നിറഞ്ഞു തുളുമ്പുമ്പോൾ ഇതിനകത്ത് മനുഷ്യന് സമാധാനം പകരുന്ന,
മനുഷ്യന് സന്തോഷം പകരുന്ന, മനുഷ്യന് ആശ്വാസം പകരുന്ന, മനുഷ്യന് പ്രത്യാശ പകരുന്ന ഒരു സന്തോഷ വാർത്തയുണ്ടെങ്കിൽ ഞങ്ങൾ ലോകത്തോട് വിളംബരം ചെയ്യുന്ന യേശുക്രിസ്തുവിന്റെ സുവിശേഷം മാത്രമാണ്. ഒരുപാട് ദുരന്ത ദുരിത ദുഃഖ വാർത്തകളുടെ നടുവിൽ എന്താണ് സഹോദരരെ സുവിശേഷം ലോകത്തിന് നൽകുന്ന സന്തോഷ വാർത്ത? സുവിശേഷം ലോകത്തിന് നൽകുന്ന സന്തോഷ വാർത്ത ലളിതമാണ്, അത് വളരെ സിമ്പിളാണ്. സുവിശേഷം ലോകത്തിന് നൽകുന്ന സന്തോഷ വാർത്ത ഇത്രയേ ഉള്ളൂ, കേട്ടേ. മനുഷ്യ, നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. സുവിശേഷം ലോകത്തിന് നൽകുന്ന സന്തോഷ വാർത്ത ഇത്രയേ ഉള്ളൂ. മനുഷ്യ, നിനക്കൊരു രക്ഷകനുണ്ട്. മനുഷ്യ, നിനക്കൊരു വിമോചകനുണ്ട്. മനുഷ്യ, നിനക്കൊരു ഉദ്ധാരകനുണ്ട്. മനുഷ്യ, നിനക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. ആ വീണ്ടെടുപ്പുകാരൻ, ആ ഉദ്ധാരകൻ, ആ വിമോചകൻ, ആ രക്ഷകൻ മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തുവാണ്. ക്രിസ്തുവിലൂടെ മനുഷ്യൻ നേരിടുന്ന സകല പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരമുണ്ട്. അതാണ് സുവിശേഷം നൽകുന്ന സന്തോഷ വാർത്ത. നീ പാപിയാണോ? അല്ല. നീ രോഗിയാണോ? മരുന്നില്ലാതെ നിന്റെ സകല രോഗത്തെയും സമ്പൂർണമായി സൗഖ്യമാക്കാൻ കഴിവുള്ളൊരു പരമവൈദ്യനുണ്ട്. നീ സമാധാനമില്ലാത്ത വ്യക്തിയാണോ? നിന്റെ മനസ്സിന്റെ അസമാധാനത്തെ പറിച്ചു മാറ്റി ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ദിവ്യമായ ഒരു സമാധാനം നിന്റെ അകതാരിൽ പാകിക്കിളിപ്പിക്കുവാൻ കരുത്തുള്ളൊരു സമാധാനദായകനുണ്ട്. നീ ശപിക്കപ്പെട്ട വ്യക്തിയാണോ? നീ പാപിയാണോ? കർമ്മങ്ങളും ആചാരങ്ങളും ഇല്ലാതെ നിന്റെ സകല ശാപത്തെയും സകല പാപത്തെയും സൗജന്യമായി പരിഹരിക്കുവാൻ കഴിവുള്ളൊരു ശാപമോക്ഷകനുണ്ട്, പാപവിമോചകനുണ്ട്. അത് യേശു ക്രിസ്തുവാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ ഈ ലോകത്തിൽ നേരിടുന്ന സകല പ്രശ്നങ്ങൾക്കും യേശു ക്രിസ്തുവിലൂടെ ക്രിയാത്മകമായ ശാശ്വതമായ അടിസ്ഥാനകരമായ പരിഹാരമുണ്ട് എന്ന സന്തോഷ വാർത്തയാണ് സുവിശേഷം ലോകത്തിന് നൽകുന്ന ഗുഡ് ന്യൂസ്. അത് മാത്രമാണ് സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞങ്ങൾക്ക് നിങ്ങളോട് വിളംബരം ചെയ്യാനുള്ളത്. അതല്ലാതെ മറ്റൊന്നും പറയാനില്ല. അപ്പൊ പ്രഭാഷണത്തിന് ഉപോത്ബലകമായി വായിച്ച വേദസൂക്തത്തില് സുവിശേഷത്തിന്റെ സാരസംഗ്രഹത്തെക്കുറിച്ച് മഹാനായ പൗലോസ് കൃത്യമായി ക്രിസ്റ്റൽ ക്ലിയറായി രേഖപ്പെടുത്തിയിരിക്കുക. എന്താണത്? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. ഈ വാക്യം എത്ര തവണ വായിച്ചെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഈ വേദഭാഗത്തെ ആസ്പദീകരിച്ച് ഏതെല്ലാം ഇടങ്ങളിൽ പ്രസംഗിച്ചുവെന്ന് എനിക്ക് നിശ്ചയമില്ല. ഒരുപക്ഷെ എൻ്റെ വേദപുസ്തക പാരായണത്തിൽ ഞാൻ ഏറ്റവും അധികം ധ്യാനിച്ചിട്ടുള്ള വായിച്ചിട്ടുള്ള ഒരു വാക്യമായിരിക്കാം ഇത്. എൻ്റെ പ്രഭാഷണ വേദികളിൽ ഞാൻ ഏറ്റവും അധികം പ്രസംഗിച്ചിട്ടുള്ള ഒരു വാക്യമായിരിക്കാം ഇത്. എന്നെ കേൾക്കുന്ന പ്രിയരി, 100 വട്ടമല്ല 1000 വട്ടം ആവർത്തിച്ച് ഈ വാക്യം വായിച്ചപ്പോൾ ഈ വാക്യത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്താണ് സുവിശേഷം എന്നത്. ഈ വാക്യത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സുവിശേഷം എന്ന് പറയുന്നത് ഇതുപോലെ നിശ്ചലമായിരിക്കുന്ന ഒരു വസ്തുവല്ല. സുവിശേഷം എന്ന് പറയുന്നത് കുറച്ച് സാഹിത്യ പദങ്ങളുടെ കൊത്തൊഴുക്കല്ല. സുവിശേഷം എന്ന് പറയുന്നത് ബലഹീനമായ 4 ആശയമല്ല. സുവിശേഷം എന്ന് പറയുന്നത് കേവലം ഒരു മതപ്രസംഗമല്ല, ഒരു മതപ്രഭാഷണമല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഒരു മതത്തിനെതിരായിട്ടുള്ള മറ്റൊരു മതത്തിന്റെ പഠിപ്പിക്കലല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഈ മണ്ണിൽ ആവിർഭവിച്ച ഒരുപറ്റം മതങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തുവാൻ ഞങ്ങൾ നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമല്ല.
സുവിശേഷം എന്ന് പറയുന്നത് കേവലം ഒരു മതപരിവർത്തനമല്ല, അതൊരു നിർബന്ധിത മതപരിവർത്തനമല്ല. പിന്നെ സുവിശേഷം എന്ന് പറയുന്നത് എന്താണ്? സുവിശേഷം എന്ന് പറയുന്നത് ഒരേ ഒരു വ്യക്തിയാണ്. ആ വ്യക്തി സാക്ഷാൽ വിമോചകനും രക്ഷകനുമായ യേശു ക്രിസ്തുവാണ്. ശബ്ദസീമയിൽ ഞങ്ങളെ ശ്രവിക്കുന്ന വാത്സല്യ മിത്രങ്ങളെ, നിങ്ങൾ അറിയണം, നിങ്ങൾ മനസ്സിലാക്കണം, സുവിശേഷം എന്ന് പറയുന്നത് നിശ്ചലമായിരിക്കുന്ന വസ്തുവല്ലെന്ന്. സുവിശേഷം ഒരു കിട്ട് സാഹിത്യ പദങ്ങളുടെ കുത്തൊഴുക്കല്ലെന്ന്. സുവിശേഷം ദുർബലമായ നാലാശയമല്ലെന്ന്. സുവിശേഷം കേവലം ഒരു മതപ്രഭാഷണമല്ലെന്ന്. സുവിശേഷം ഒരു മതത്തിനെതിരായിട്ടുള്ള മറ്റൊരു മതത്തിന്റെ പഠിപ്പിക്കലല്ലെന്ന്. സുവിശേഷം ഒരു മതപരിവർത്തനമോ നിർബന്ധിത മതപരിവർത്തനമോ അല്ലെന്ന്. സുവിശേഷം എന്ന് പറയുന്നത് സാക്ഷാൽ ഒരു വ്യക്തിയാണ്. ആ വ്യക്തി യേശു ക്രിസ്തുവാണ്. അപ്പൊ സഹൃദയരെ, സുവിശേഷം എന്ന് പറയുന്നത് സാക്ഷാൽ ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി വിമോചകനും നിസ്തുല്യനുമാകുന്ന ക്രിസ്തുവാണെങ്കിൽ ക്രിസ്തുവിൽ അടങ്ങിയിരിക്കുന്ന 3 കാര്യങ്ങൾ സുവിശേഷത്തിന്റെ അകക്കമ്പായി, സുവിശേഷത്തിന്റെ സമ്പൂർണ്ണ സത്താവിശേഷമായി ശ്ലീഹൻ ഈ വാക്യത്തിൽ ഉയർത്തി കാണിക്കുക. അതെന്തൊക്കെയാ? 1, അവിടുത്തെ ജനനം. 2, അവിടുത്തെ മരണം. 3, അവിടുത്തെ ഉയർത്തെഴുന്നേൽപ്പ്. അപ്പോൾ ഒരു എളിയ സുവിശേഷ പ്രഭാഷകൻ എന്ന നിലയിൽ ഞാൻ വിശ്വസിക്കുന്നതും മനസ്സിലാക്കുന്നതും യേശുവിൻ്റെ ജനനം മാത്രം പ്രസംഗിക്കുന്ന ഇടത്ത് സുവിശേഷം പൂർണ്ണമാകണമെന്നില്ല. ഈ സമയത്തിൻ്റെ പരിമിതി കൊണ്ടൊരു പക്ഷേ പ്രഭാഷകരത് മാത്രമേ പറയത്തുള്ളായിരിക്കാം. യേശുവിൻ്റെ മരണം മാത്രം പ്രസംഗിക്കുന്ന ഇടത്ത് സുവിശേഷം പൂർണ്ണമാകണമെന്നില്ല. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് മാത്രം പ്രസംഗിക്കുന്ന ഇടത്തും സുവിശേഷം പൂർണ്ണമാകണമെന്നില്ല. അവിടുത്തെ ജനനവും അവിടുത്തെ മരണവും അവിടുത്തെ ഉയർത്തെഴുന്നേൽപ്പും ഒന്നിച്ച് വിളംബരം ചെയ്യുന്ന ഇടത്താണ് സുവിശേഷം പൂർണ്ണമാകുന്നത്, സുവിശേഷം പരിപൂർണമാകുന്നത്. അങ്ങനെയെങ്കിൽ വേദപുസ്തകത്തിലെ ഏറ്റവും ഗംഭീരമായ വിഷയമെന്ന സുവിശേഷത്തിൽ നിന്നുകൊണ്ട് 3 കാര്യമാണ് 1, 2, 3 എന്ന ക്രമത്തിൽ നിങ്ങളോട് സർവോപരിയും നാടിനോട് എനിക്കോർപ്പിക്കാനുള്ളത്. 1, യേശുക്രിസ്തുവിന്റെ ജനനം. 2, യേശുക്രിസ്തുവിന്റെ മരണം. 3, യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. ഇത് 3 പറയുമ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ബഹുമാന്യരായ ഒരുപിടി കേൾവിക്കാർ രക്ഷിക്കപ്പെട്ട നിത്യതയുടെ ദർശനം അകത്തുള്ളവരായതുകൊണ്ട് 4മതൊരു കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല: യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം. അപ്പൊ സുവിശേഷം എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് 4 കാര്യങ്ങളാണ് നാം ഒരുമിച്ച് ചിന്തിക്കുന്നത്. ഈ നാടിനോട് വിളംബരം ചെയ്യുന്നത് അവിടുത്തെ ജനനം, അവിടുത്തെ മരണം, അവിടുത്തെ ഉയർത്തെഴുന്നേൽപ്പ്, അവിടുത്തെ പുനരാഗമനം. കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞു. ശ്രദ്ധിക്കണം. കാറ്റൊക്കെ കണ്ടിട്ട് മഴ പെയ്യുമെന്ന് ഒരു പേടിയുണ്ട്. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുക കുറച്ച് സമയം മഴ പെയ്യാതിരിക്കാൻ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുത്, കഴിയുന്നത്ര ഇവിടെ ഇരിക്കുക. ഓക്കെ. ഇനിയും ഞാൻ ഒത്തിരി പ്രസംഗിക്കത്തില്ല. 1 മണിക്കൂറാണ് എൻ്റെ സന്ദേശം. അതിനകത്ത് ഞാൻ പറയാനുള്ളത് പറഞ്ഞു തീർക്കും. അപ്പം 3-4 കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ജനനം തൊട്ട് മടങ്ങി വരവ് വരെ. എന്താണ് യേശുവിൻ്റെ ജനനത്തിൻ്റെ പ്രത്യേകത? പറയാമല്ലോ. എന്താണ് അവിടുത്തെ മരണത്തിൻ്റെ പ്രത്യേകത? അതും പറയാം. എന്താണ് അവൻ്റെ ഉയർപ്പിൻ്റെ പ്രത്യേകത? അതും പറയും. എന്തിനാണ് അനധിവിദൂര ഭാവിയിൽ അവിടുന്ന് മടങ്ങി വരാൻ പോകുന്നത്? അതും പറയും. ഇത്രയും പറയുമ്പോൾ എൻ്റെ പ്രഭാഷണം പൂർണ്ണമാകും. എന്താണ് സഹൃദയരെ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ പ്രത്യേകത വിശദീകരിക്കുന്നതിന് മുമ്പ് ആമുഖമായ ഒരു കാര്യം പറയാം. യേശുവിനെ പോലെ ജനിച്ച ഒരാൾ ഈ പ്രപഞ്ചത്തിൽ വേറെയില്ല. യേശുവിനെ പോലെ ജനിക്കാൻ ഇനി ആരും ഈ പ്രപഞ്ചത്തിൽ അവശേഷിക്കുന്നില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കാലം തെറ്റി ജനിച്ച
ജനിച്ചവനല്ല യേശു. കണക്ക് തെറ്റി ജനിച്ചവനല്ല യേശു. അബദ്ധം പറ്റി പിറന്നവനല്ല യേശു. രണ്ട് ആളുകളുടെ സംയോജനത്തിലൂടെ ഭൂമിയിൽ ജനിച്ച ഒരാളല്ല യേശു. പറഞ്ഞിട്ട് പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ സമയത്ത് പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി അവതരിച്ചവനാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു. ഒരു പടി മുന്നോട്ട് വെച്ച് പറഞ്ഞാൽ ജനിക്കും മുമ്പ് ഉണ്ടായിരുന്നവനാണ് സുഹൃത്തെ യേശു. നമ്മളെല്ലാം ജനിച്ച ശേഷമുള്ളവരാ അല്ലേ? പ്രസംഗിക്കുന്ന ഞാനും എന്നെ കേൾക്കുന്ന സഹൃദയരായ നിങ്ങളും എൻ്റെ സഹപ്രവർത്തകരുമൊക്കെ ജനിച്ച ശേഷമുള്ളവരാ. ആശയം കൊണ്ടും അധികാരം കൊണ്ടും ആയുധം കൊണ്ടും പ്രപഞ്ചത്തെ ഇളക്കി മറിച്ച മഹാന്മാരും മഹാഗുരുക്കന്മാരും മഹാസാമ്രാട്ടുക്കളുമൊക്കെ ജനിച്ച ശേഷമുള്ളവരാ. എന്നാൽ ജനിക്കും മുമ്പേ ഉണ്ടായിരുന്നവൻ ഒരേ ഒരാൾ, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് അവനെ ആൽഫ എന്ന് വിളിക്കുന്നത്, ഒമേഗ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് അവനെ ആദ്യൻ എന്ന് വിളിക്കുന്നത്, അന്ത്യൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് അവനെ സർവശക്തൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് അവനെ സർവ്വവ്യാപി എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് അവനെ ലോകത്തിന്റെ വെളിച്ചമെന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് അവനെ ഏക മധ്യസ്ഥൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് അവനെ ഏക രക്ഷകൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് അവനെ സത്യദൈവം എന്ന് വിളിക്കുന്നത്. ജനിക്കും മുമ്പ് ഉണ്ടായിരുന്നവൻ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. വേദപുസ്തകത്തിലെ ഏറ്റവും ഗൗരവമായ സുവിശേഷം എന്ന പ്രമേയമാണ് ഈ രാത്രിയിൽ പ്രഭാഷണത്തിലൂടെ ഈ നാടിനോട് നാം വിളംബരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുവിശേഷം എന്ന് പറയുന്നത് എന്താണെന്ന് ആമുഖ ഭാഗത്ത് ഞാൻ ഓർപ്പിച്ചു, ആവർത്തിക്കുന്നില്ല. സുവിശേഷമെന്ന് പറയുന്നത് സാക്ഷാൽ ക്രിസ്തുവാണെന്നും ക്രിസ്തുവിൽ അടങ്ങിയിരിക്കുന്ന 3 കാര്യങ്ങൾ സുവിശേഷത്തിൻ്റെ സത്താവിശേഷമായി പൗലോസ് ഈ വാക്യത്തിൽ പ്രതിപാദിച്ചുവെന്ന് നമ്മൾ ചിന്തിച്ചു. അവിടുത്തെ ജനനവും മരണവും ഉയർപ്പും ഒന്നിച്ച് വിളംബരം ചെയ്യുന്ന ഇടത്താണ് സുവിശേഷം പരിപൂർണമാകുന്നതെന്ന് ഞാൻ പറഞ്ഞു. ജനനവും മരണവും ഉയർപ്പും പറയുമ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ കേൾവിക്കാരായിട്ടുള്ളത് കൊണ്ട് അവിടുത്തെ മടങ്ങിവരവും പറയാതിരിക്കാൻ നിർവാഹമില്ലെന്ന് ഞാൻ ഓർപ്പിച്ചു. അപ്പോൾ സുവിശേഷം എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് 4 ആശയങ്ങളാണ് ഓർപ്പിക്കുന്നത്. അവൻ്റെ ജനനം, അവൻ്റെ മരണം, അവൻ്റെ ഉയർപ്പ്, അവൻ്റെ പുനരാഗമനം. അത്രയും ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞ് തീർത്തപ്പോഴാണ് കാലാവസ്ഥ നമുക്ക് പ്രതികൂലമായത്. ബാക്കി ഭാഗം അധികം വിശദീകരിക്കാതെ ഭാഗികമായി വിശദീകരിച്ച് അവസാനിപ്പിക്കാം. കൈകൾ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. ശക്തിയോടെ നാം തോറ്റ് പിൻവാങ്ങുന്നവരുടെ കൂട്ടത്തിലല്ല, നാം ജയിച്ച് നേടുന്നവരുടെ നിരയിലാണ്. അപ്പോൾ സുവിശേഷം എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ആദ്യം നാം ചിന്തിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ 2 പ്രധാന കാര്യങ്ങളാണ്. 1, 2 എന്ന ക്രമത്തിൽ എനിക്ക് അവിടെ ഓർപ്പിക്കാനുള്ളത്. 1, എന്തിനാണ് യേശുക്രിസ്തു ലോകത്തിൽ ജനിച്ചത്? 2, എങ്ങനെയാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചത്? ഈ 2 കാര്യം ഞാൻ ഓർപ്പിച്ചെങ്കിലേ യേശുക്രിസ്തുവിൻ്റെ ജനനം എന്ന വിഷയം ഏറെക്കുറെ എനിക്ക് പൂർത്തീകരിക്കുവാൻ കഴിയൂ. 1, എന്തിന് ജനിച്ചു? 2, എങ്ങനെയാണ് യേശുക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചത്? ഈ 2 ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നത് ചരിത്രത്തിൽ നിന്നോ സയൻസിൽ നിന്നോ ഒന്നുമല്ല. എൻ്റെ വിശ്വാസത്തിനും പ്രത്യാശയ്ക്കും പ്രഭാഷണത്തിനും ആധാരമായ പവിത്ര വാക്യസംഹിതയാകുന്ന വിശുദ്ധ തിരുവെഴുത്തിലെ 2 ശ്രദ്ധേയമായ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ആ 2 ചോദ്യത്തിന് ഉത്തരം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ആ 2 വാക്യം വായിപ്പിക്കുന്നില്ല, പറയാം. ആ വാക്യത്തിൽ യേശു എന്തിന് ജനിച്ചു എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമുണ്ട്. മത്തായി സുവിശേഷം ആരംഭ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ മാതാപിതാക്കളാകാൻ ഭാഗ്യം ലഭിച്ച മറിയയോടും ജോസഫിനോടും
യേശുക്രിസ്തുവിന്റെ ഈ ലോകത്തിലേക്കുള്ള ജനനത്തെക്കുറിച്ച് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞിട്ടുള്ള പ്രാവചനിക ഭാഗങ്ങളൊക്കെ പലവരി നാം വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. യേശുവിന്റെ അമ്മയാകാൻ ഭാഗ്യം ലഭിച്ച മറിയയുടെ അരിക്ക് ഒരിക്കൽ സർവശക്തനായ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് അവളോട് പറയുകയാണ്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അപ്രതീക്ഷിതമായി മുഴങ്ങിയ വന്ദനസ്വരം കേട്ട് ഞെട്ടിത്തെരിച്ച മറിയ കണ്ടത് മുമ്പിൽ നിൽക്കുന്ന തേജോമയനായ ദൈവത്തിന്റെ തേജോമയനായ ദൂതനെയാണ്. ദൂതന്റെ വന്ദനസ്വരം കേട്ട് ഞെട്ടിത്തെരിച്ച് മറിയ നിൽക്കുമ്പോൾ വന്ദനം പറഞ്ഞ ദൂതൻ വന്ദനത്തിന്റെ അകമ്പടിയിൽ മറിയയ്ക്കൊരു ദൂത് പറഞ്ഞു. ആ ദൂത് എന്താണ്? ഒരു പ്രവചനം. ആ പ്രവചനം എന്താണ്? നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കാൻ പോകുക. പുരുഷന്റെ അറിവോടെയല്ല, നിന്റെ ഉദരത്തിൽ ഒരു ശിശു ഉണ്ടാകാൻ പോകുന്നത്. വിവാഹം കഴിച്ചിട്ടില്ലാത്ത മറിയ ജോസഫ് എന്ന പ്രതിശുദ്ധ വരന് വിവാഹം നിശ്ചയിച്ച് വിവാഹത്തിന്റെ ദിനങ്ങൾ എണ്ണിക്കാത്തു കഴിയുന്ന മറിയയുടെ അരികിൽ സർവശക്തനായ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് അവളോട് പറയുക, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, ആകയാൽ ഉത്ഭവിക്കും ഒരു വിശുദ്ധ പ്രജ. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കാൻ പോകുക. മറിയേ, നീ ഗർഭം ധരിച്ച് പ്രസവിക്കാൻ പോകുന്ന ആ മകൻ ആരാന്നറിയാമോ? ഒരു സാഹിത്യകാരന്റെ വാക്ക് കടമെടുത്തു പറഞ്ഞാൽ, അവൻ ഗ്രന്ഥകാരനല്ല, തീർത്ഥാടകനല്ല, തത്വചിന്തകനല്ല, സത്യാന്വേഷകനല്ല, ചരിത്രകാരനല്ല. അവൻ ആരാണ്? തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് രക്ഷകൻ എന്നർത്ഥം വരുന്ന യേശു എന്ന് പേർ വിളിക്കണം. രണ്ടാമത്തെ വചനം നിങ്ങൾക്ക് പരിചിതമാ. മനുഷ്യന്റെ പാപത്തിൽ നിന്നും അവരെ രക്ഷിപ്പാൻ കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും ബാക്കി എല്ലാ മനുഷ്യനും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. മനുകുലത്തിൽ മനുഷ്യനായി പിറന്ന സകല മാനവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമാണ്. എന്ത്? എല്ലാ മനുഷ്യന്റെ പാപത്തിൽ നിന്നും അവരെ രക്ഷിപ്പാൻ യേശു ലോകത്തിൽ വന്നു എന്നുള്ളത് അംഗീകരിപ്പാനും വിശ്വസിപ്പാനും യോഗ്യമായ വചനമാ. സുഹൃത്തുക്കളെ, ഈ രണ്ട് വേദസൂക്തങ്ങൾ ചേർത്ത് വെച്ചൊന്ന് അപഗ്രഥിച്ചപ്പോൾ യേശുക്രിസ്തുവിൻ ലോകത്തിൽ എന്തിനു ജനിച്ചു എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം എനിക്ക് കിട്ടി. മഹാദയ്യമായവൻ, സർവശക്തനായവൻ, സർവവ്യാപിയായവൻ, താൻ മാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, മഹാദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന പരമകാരുണികൻ, 2024 വർഷങ്ങൾക്ക് പുറകിൽ മഹത്വമെല്ലാം ഉരിഞ്ഞുകളഞ്ഞ് മാനവാകാരം സ്വീകരിച്ച് മഹത്വമുള്ള വിണ്ണുവെടിഞ്ഞ് പാപം നിറഞ്ഞ ഈ മണ്ണിൽ മനുഷ്യനായി എന്തിനു ജനിച്ചു? ഈ രണ്ട് വേദഭാഗത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പറയാം, അവിടുന്ന് ഈ ലോകത്തിൽ ജനിച്ചത് രണ്ട് കാര്യത്തിന് വേണ്ടിയാ. ഒന്ന്, ദൈവത്തെ വെളിപ്പെടുത്താൻ. രണ്ട്, മനുഷ്യന്റെ പാപത്തിൽ നിന്നും അവരെ രക്ഷിപ്പാൻ. സ്നേഹിത, മഹത്വവാനായവൻ, സർവശക്തനായവൻ, മഹാദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന നസറയനാകുന്ന യേശുക്രിസ്തു 2024 ആണ്ടുകൾക്ക് പുറകിൽ ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ അവതാരം ചെയ്തത് രണ്ട് കാര്യത്തിന് വേണ്ടിയാണ്. മതം സ്ഥാപിക്കാനല്ല, രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനല്ല, പ്രസ്ഥാനം പടുത്തുയർത്താനല്ല. രണ്ട് കാര്യത്തിനു വേണ്ടിയാ അവിടുന്ന് ഈ ലോകത്തിൽ ജനിച്ചത്. ഒന്ന്, ദൈവത്തെ വെളിപ്പെടുത്താൻ. രണ്ട്, പാപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിപ്പാൻ. തണുത്തിരിക്കുന്നെങ്കിലും കൈ ഉയർത്തി ഒരു 2 ഹല്ലേലൂയ പറഞ്ഞേ. ഒന്നുകൂടി. അവ ദൈവത്തെ വെളിപ്പെടുത്താനും മനുഷ്യന്റെ പാപത്തിൽ നിന്നും അവരെ രക്ഷിപ്പാനും ലോകത്തിൽ അവതരിച്ച ഏക അവതാരം ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവാണെങ്കിൽ
തലസ്ഥാന നഗരിയോട് മാത്രമല്ല, ദൈവത്തിന്റെ നാടായ കേരളത്തോട് മാത്രമല്ല, സ്വതന്ത്ര ഭാരതത്തോട് മാത്രമല്ല, ഏഷ്യ ഭൂഖണ്ഡത്തോട് മാത്രമല്ല, തൊണ്ടക്കുടിയിൽ ശ്വാസമുള്ള അവസാന കാലത്തോളം മുഴുവൻ മാനവരാശിയോടും ഞങ്ങൾ വിളിച്ചു പറയും, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ നൽകപ്പെട്ട ഒരു നാമവുമില്ല. കർത്താവ് ലോകത്തിൽ ജനിച്ചത് ദൈവത്തെ വെളിപ്പെടുത്താൻ. അവിടെ നിന്നൊരു കാര്യം പറയാം. ഏത് ദൈവത്തെ? സത്യദൈവത്തെ. ഏത് ദൈവത്തെ? ഏക സത്യദൈവത്തെ വെളിപ്പെടുത്താനാണ് യേശു ലോകത്തിൽ വന്നത്. അതുകൊണ്ടല്ലേ പാലസ്തീനയിൽ നിന്നുകൊണ്ട് മാറത്ത് തട്ടി മുടി ലോകത്തോടും ക്രിസ്തു വിളംബരം ചെയ്തത്. എന്താ? അത് കേൾക്കുമ്പോൾ മണ്ണ് തൊട്ട് മാനം മുട്ടി നിൽക്കുന്ന ആവേശമാണ് നമ്മുടെ സിരകളിൽ പടരുന്നത്. എന്താണ് അവൻ വിളംബരം ചെയ്തത്? എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. അടുത്തത്, എന്നിലൂടെയല്ലാതെ പിതാവിങ്കലേക്ക് ആർക്കും പ്രവേശനമില്ല. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ തലക്കനം എന്ന പ്രവാചകൻ പറഞ്ഞില്ലിത്. ഒറ്റ പ്രവചനം കൊണ്ട് താഴ്വരയിൽ ഛിന്ന ഭിന്നമായി കടന്ന ആയിരക്കണക്കിന് അസ്ഥിക്കൂട്ടങ്ങളെ സൈന്യമായി നിവർത്തിയ യഗസ്കേൽ എന്ന യുവപ്രവാചകൻ പറഞ്ഞില്ലിത്. ലോകം കണ്ട ഏറ്റവും കരുത്തനായ നേതാവ് സാക്ഷാൽ മോശ പറഞ്ഞില്ല ഇത്. എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നുവെന്ന്. എന്നിലൂടെ അല്ലാതെ പിതാവിങ്കിലേക്ക് ആർക്കും പ്രവേശനമില്ലെന്ന് ലോകത്തോട് പറഞ്ഞവൻ യേശുക്രിസ്തു മാത്രമാ. എന്താണ് ആ വിളംബരത്തിന്റെ ആശയം? എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു പറഞ്ഞാൽ ആ വിളംബരത്തിന്റെ ആശയം ഇത്രയേ ഉള്ളൂ. ദൈവത്തെ കാണണോ? വഴി യേശുവാകുന്ന ഞാനാ. എന്നിലൂടെ അല്ലാതെ പിതാവിങ്കിലേക്ക് ആർക്കും പ്രവേശനമില്ല. ആ വിളംബരത്തിന്റെ ആശയം എന്നാ? ദൈവത്തിങ്കിലേക്ക് പ്രവേശിക്കണോ? വഴി യേശുവായ ഞാനാ. ഈ ശബ്ദസീമയിൽ ഞങ്ങളെ ശ്രവിക്കുന്ന മിത്രമേ, ദൈവത്തെ കാണാൻ ഒരു വഴി കർത്താവായ യേശുക്രിസ്തു. ദൈവത്തിലേക്ക് പ്രവേശിച്ച് ദൈവത്തിന്റെ ദാനങ്ങളും സ്നേഹവും രക്ഷയും അനുഭവിക്കുവാൻ ഒരേ ഒരു വഴി കർത്താവായ യേശുക്രിസ്തു. ഇന്ന് രാത്രിയില് ദൈവത്തെ അന്വേഷിച്ച് അലയുന്ന ഏതെങ്കിലും സത്യാന്വേഷികൾ ഈ ശബ്ദസീമയിൽ ശാന്തമായി ഞങ്ങളെ ശ്രവിക്കുന്നുണ്ടോ? രോഗത്തിന് സൗഖ്യം തരുന്ന, ജീവിതത്തിന് സമാധാനം തരുന്ന, ശാപപാപത്തിന് മോക്ഷം തരുന്ന ഒരു സത്യദൈവത്തെ തേടി അവനിവിടെ പലയിടങ്ങളിലും അന്വേഷിച്ച് നടക്കുന്ന ഏതെങ്കിലും സ്നേഹനിധികളായ സത്യാന്വേഷികൾ ഞങ്ങളെ ശ്രമിക്കുന്നുണ്ടോ? സ്നേഹിത, നിന്റെ പ്രശ്നത്തിന് പരിഹാരം തരാൻ, നിന്റെ ചോദ്യത്തിന് ഉത്തരം തരാൻ, നിന്റെ പാപശാപത്തിന് മോക്ഷം തരാൻ അവനിവിടെ പല കോണുകളിലും നീ തേടി അലഞ്ഞു നടക്കുന്ന സത്യദൈവത്തെ വിശുദ്ധ തിരുവഴുത്തിൽ നിന്നും ഞങ്ങൾ പരിചയപ്പെടുത്താം. ആ സത്യദൈവം ആരാ? ആ സത്യദൈവം ഏതാ? ആ സത്യദൈവം എവിടെയാ? ആ സത്യദൈവം കേവലം ഒരു മനുഷ്യനല്ല. ആ സത്യദൈവം കേവലം ഒരു മൃഗമല്ല. ആ സത്യദൈവം കേവലം ഒരു പറവയല്ല. ആ സത്യദൈവം കേവലം ഒരു ഇഴജാതിയല്ല. ആ സത്യദൈവം കേവലം ഒഴുകുന്ന ഒരു പുഴയല്ല. ആ സത്യദൈവം തലപൊക്കി നിൽക്കുന്ന ഒരു കൂറ്റൻ പർവ്വതമല്ല. ആ സത്യദൈവം സൂര്യചന്ദ്രി ഗോളാദി ഗോളങ്ങളല്ല. ആ സത്യദൈവം അത്രേ ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന വിമോചകനും രക്ഷകനും നിസ്തുല്യനുമാകുന്ന യേശുക്രിസ്തു. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. നിന്റെ പ്രശ്നത്തിന് പരിഹാരം പ്രാപിക്കുക. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. ശാപപാപത്തിന് മോക്ഷം പ്രാപിക്കുക. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. നിത്യജീവനും നിത്യരക്ഷയും പ്രാപിക്കുക. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. ദൈവത്തിന്റെ സകല സമ്പൂർണതയും യേശുക്രിസ്തുവിൽ തിരിച്ചറിയുക. അവിടുന്ന് വിമോചകൻ, അവിടുന്ന് ഉദ്ധാരകൻ, അവിടുന്ന് രക്ഷകൻ, അവിടുന്ന് രാജാതി രാജാവ്, അവിടുന്ന് കർത്താതി കർത്താവ്. അവിടുത്തെ നാമം വാഴ്ത്തപ്പെടട്ടെ. അപ്പൊ ക്രിസ്തു ലോകത്തിൽ മനുഷ്യനായി ജനിച്ചത് രണ്ട് കാര്യത്തിന് വേണ്ടിയാണ്. നമ്പർ 1, ദൈവത്തെ വെളിപ്പെടുത്താൻ. 2, പാപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിപ്പാൻ. പാപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിപ്പാൻ കർത്താവ് എന്താ ചെയ്തത്? പാപമില്ലാത്ത പരിശുദ്ധൻ നമുക്ക് വേണ്ടി കാൽവറിയിൽ പരമയാഗമായി.
5480 പരം മുറിവുകൾ മേലാപാത ചൂടമേറ്റ് 150ഓളം ആഴമുള്ള വലിയ മുറിവുകൾ പുറത്തു മാത്രമേറ്റ് നീണ്ട 17 മണിക്കൂർ വെള്ളം കിട്ടാതെ ദാഹിച്ചു വരണ്ട് 17 വലിപ്പമുള്ള മുള്ളുകൾ തലയോടിനകത്തേക്ക് ആഴ്ന്നിറങ്ങി 150 കിലോ തൂക്കമുള്ള മരക്കുരിശ് തോളിൽ വെച്ച് 350 പടയാളികളാലും 50 കുതിരപ്പട്ടാളക്കാരാലും ചാട്ടവാറന്റെ മരണയടിയേറ്റ് പാലസ്തീന്റെ മണ്ണിളകിയ മൺപാതകളിലൂടെ ഒരു തടലില പോലും തണലില്ലാതെ വേച്ചും വിറച്ചും വീണും എഴുന്നേറ്റും ആടിയും ഉടഞ്ഞും കാകുൽത്തയിലേക്ക് ചെന്ന് തലയോടിന്റെ ആകൃതിയിൽ തലവൊക്കെ നിൽക്കുന്ന ആ മലമുകളിൽ 2 ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ ആ മരക്കുരിശിൽ 3 ആണിമേൽ ശരീരത്തിലെ അവസാനത്തുള്ളി ചോര ഒഴുക്കി അവൻ മരിച്ചത് അകൃത്യമൊന്നും ചെയ്തിട്ടല്ല സ്നേഹിത, നിന്റെ പാപത്തിന്റെ മോചനത്തിനു വേണ്ടിയാണ്. നീ ജനിക്കും മുമ്പ് നിന്റെ സകല പാപവും വഹിച്ച് കാൽവറിയുടെ കുലമരത്തിൽ അവൻ പരമയാഗമായി. പാപഭാരം നിന്നെ വലയ്ക്കുന്നുണ്ടോ? പാപഭാരം നിന്നെ ക്ലേശിപ്പിക്കുന്നുണ്ടോ? പാപത്തിന്റെ ഭാരം ചുമ്മി, പാപത്തിന്റെ വിഴുപ്പ് ചുമ്മി, പാപത്തിന്റെ പാണ്ഡം ചുമ്മി ജീവിതത്തിന്റെ നാൾ വഴിയിൽ ഉടഞ്ഞ പാത്രം പോലെ തകർന്നു കിടക്കുന്ന വ്യക്തിയാണോ? പാപത്തിന്റെ വിമോചനത്തിന് സേവിച്ചതും ഭജിച്ചതും നമിച്ചതും പിഞ്ചെന്നതുമായ സകല ശക്തികളും വ്യക്തികളും മധ്യസ്ഥരും നിന്നെ കൈവിട്ടോ? എന്നെ വലയ്ക്കുന്ന ജന്മകർമ്മ പാപത്തിൽ നിന്നും എനിക്ക് വിമോചനം തരാൻ ആർക്കും കഴിയത്തില്ല എന്ന ചിന്താഭാരം നിന്നെ ഭരിക്കുന്നുണ്ടോ? സ്നേഹിത, കർമ്മങ്ങളും ആചാരങ്ങളും ഇല്ലാതെ നിന്റെ സകല പാപത്തെയും സൗജന്യമായി പരിഹരിക്കുവാൻ കഴിവുള്ള ഒരു രക്ഷകനെ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുകയാ. അവനാണ് യേശുക്രിസ്തു. ബൈബിൾ പറയുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം നിങ്ങളുടെ സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. നിങ്ങളുടെ പാപം എത്ര കടും ചുമപ്പാണെങ്കിലും ഹിമം പോലെ അതിനെ വെണ്മയാക്കാൻ അവന്റെ രക്തത്തിന് ശക്തിയുണ്ട്. ആരുണ്ട് ഹൃദയം ഈ വിമോചകനായി കൊടുക്കാൻ? അപ്പൊ അവിടുന്ന് മനുഷ്യനായി ലോകത്തിൽ വന്നത് 2 കാര്യത്തിന് വേണ്ടിയാ. അത് രണ്ടും അവിടുന്ന് നിർവഹിച്ചു. ദൈവത്തെ വെളിപ്പെടുത്തി പാപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിപ്പാൻ. അടുത്ത ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. സുഹൃത്തുക്കളെ, ദൈവമക്കളെ, ദൈവത്തെ വെളിപ്പെടുത്താനും പാപിയെ രക്ഷിപ്പാനുമാണ് യേശുക്രിസ്തു ലോകത്തിൽ ജനിച്ചതെങ്കിൽ വന്നതെങ്കിൽ അടുത്ത ഭാഗത്തേക്ക്, അവസാന ഭാഗത്തേക്ക് പോകാം. എങ്ങനെയാണ് യേശുക്രിസ്തു ലോകത്തിൽ ജനിച്ചത്? എല്ലാവരും ജനിച്ച പോലെ എല്ലാവരുടെ ജനനത്തിൽ അപൂർവമായൊരു വ്യത്യസ്തതയുണ്ട്. എങ്ങനെയാ ജനിച്ചത്? യേശുക്രിസ്തു ലോകത്തിൽ എങ്ങനെ ജനിച്ചു എന്ന ചോദ്യത്തിന് എൻ്റെ അന്വേഷണത്തിൽ ഉത്തരമായി എനിക്കൊരു വാക്യം കിട്ടി. ഞാൻ ആ വാക്യം നിങ്ങളെ ഒന്നും പറഞ്ഞു കേൾപ്പിക്കാം. പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനമാണ്. അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 6 മുതൽ താപ്പോട്ടുള്ള തിരുവചനമാണ്. യേശു എങ്ങനെ ജനിച്ചു എന്ന ചോദ്യത്തിന് ഇതിൽ പരം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളൊരു ഉത്തരം ബൈബിളിൽ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ അന്വേഷിക്കുന്നെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. എനിക്ക് വിരോധമൊന്നുമില്ല. പാപിയെ രക്ഷിപ്പാൻ, ദൈവത്തെ വെളിപ്പെടുത്താൻ യേശുക്രിസ്തു ലോകത്തിൽ എങ്ങനെ ജനിച്ചു എന്ന ചോദ്യത്തിന് ഇത്ര കൃത്യമായിട്ടാണ് പൗലോസ് ഉത്തരം പറയുന്നത്. സകല പഴുതുകളും അടച്ച് ആ വാക്യം ഞാനത് വായിച്ച് കേൾപ്പിക്കാം. അവിടുന്ന് ദൈവരൂപത്തിലിരിക്കേ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളേണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അവിടുന്ന് അനുസരണമുള്ളവനായി ലോകത്തിൽ വന്നു. കൈ ഉയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. പാപിയെ രക്ഷിപ്പാൻ എങ്ങനെയാ സ്നേഹിത യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത്? പൗലോസ് പറയുക, അവിടുന്ന് ദൈവരൂപത്തിലിരിക്കേ. ക്രിസ്തുവിന്റെ പൂർവാസ്തിക്യത്തെ കുറിച്ച് പൗലോസ് ഈ വാക്യത്തിൽ പറയുകയാ. അവിടുന്ന് മനുഷ്യനായി ലോകത്തിൽ വരുന്നതിന് മുമ്പ് എങ്ങനെ? പൂവായോ പൂമ്പൊടിയായോ പാറ്റയായോ ഒന്നുമല്ല.
അവിടുന്ന് ഈ ലോകത്തിൽ വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നത്? ദൈവരൂപത്തിൽ. കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാണ്. പാപിയെ രക്ഷിപ്പാൻ ക്രിസ്തു ലോകത്തിൽ വരുന്നതിന് മുമ്പ് അവൻ എങ്ങനെയിരുന്നു? പൗലോസ് അവന്റെ പൂർവാസ്തികത്തെ കുറിച്ച് പറയുന്നത് അവിടുന്ന് ദൈവരൂപത്തിലിരിക്കെ എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള പരിഭാഷ ദൈവമായിരിക്കെ. ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തു പ്രവാചകൻ മാത്രമല്ല, ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തു മധ്യസ്ഥൻ മാത്രമല്ല, ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തു കേവലം ഒരു മനുഷ്യൻ മാത്രമല്ല, ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തു കേവലം ഒരു കെട്ടുകഥയല്ല, ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തു സാക്ഷാൽ ദൈവമാണ്. യോഹന്നാന്റെ ഭാഷ പറഞ്ഞാൽ നിത്യ ദൈവമാണ്, സത്യവെളിച്ചമാണ്. അവന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. വിടുവിപ്പാൻ പ്രാപ്തനായ, രക്ഷിപ്പാൻ പ്രാപ്തനായ, ഉദ്ധരിപ്പാൻ പ്രാപ്തനായ, പാപം മോചിക്കാൻ പ്രാപ്തനായ, ആരാധനയ്ക്ക് യോഗ്യനായ സത്യദൈവമാണ് ക്രിസ്തു. പൗലോസ് പറയുന്നത് അവിടുന്ന് ഈ ലോകത്തിൽ മനുഷ്യനായി വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നത്? ദൈവരൂപത്തിൽ ഇരിക്കെ. അപ്പൊ പൗലോസ് ദൈവരൂപത്തിൽ യേശുവിനെ കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ചിന്ത. ആരെങ്കിലും പ്രസംഗിക്കുന്നത് കേട്ട് കോപ്പി അടിച്ച് പ്രസംഗിച്ചതല്ല. ആരെങ്കിലും എഴുതി ഒരു ഭാഗം വായിച്ചിട്ട് വെച്ച് കാച്ചിയതല്ല. ദൈവരൂപത്തിൽ ഇരിക്കെ എന്ന് പൗലോസ് പറയണമെങ്കിൽ ക്രിസ്തുവിനെ ദൈവരൂപത്തിൽ പൗലോസ് കണ്ടിട്ടുണ്ട്. എന്താ ദൈവത്തിന്റെ രൂപം? ആരാ ദൈവം? ആ ചോദ്യത്തിന് ഒറ്റ വാക്കിൽ അങ്ങ് ഉത്തരം പറയാം. ആരാ ദൈവം? താൻ മാത്രം അമർത്യത ഉള്ളവൻ. അടുത്തത്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ് ദൈവം. ആമേൻ. ആരാ ദൈവം? താൻ മാത്രം അമർത്യത ഉള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാ ദൈവം. അതാ യോഹന്നാൻ പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, ആ വചനം കൃപയും സത്യവും നിറഞ്ഞവനായി മനുഷ്യന്റെ രക്ഷയ്ക്ക് നമ്മുടെ ഇടയിൽ പാർത്തു. അവനാണ് യേശു ക്രിസ്തു. അപ്പൊ ദൈവരൂപത്തിൽ പൗലോസ് യേശുവിനെ കണ്ട്. ഞാൻ അവിടോട്ടൊന്ന് പോകാം. എവിടെ അയാൾ ദൈവരൂപത്തിൽ കണ്ടത്? അപ്പോസ്തലപ്രവൃത്തിയിൽ വരുമ്പോൾ ദമസ്കസിന്റെ പടിക്കില അതിൻ്റെ രംഗം. യെരൂശലേമിൽ പാർക്കുന്ന ദൈവമക്കൾക്കെതിരെ അന്നൊരു വലിയ പീഡയുണ്ടായി. വലിയ പീഡ. ഇന്നത്തെ പീഡയല്ല, ഇന്നത്തെ പീഡ. ആ പീഡയ്ക്ക് നേതൃത്വം കൊടുത്തത് ശൗല അല്ലെങ്കിൽ പൗലോസ. യെരൂശലേമിനുണ്ടായ കൊടിയ പീഡയിൽ അംഗബലമില്ലാത്ത, സംഘബലമില്ലാത്ത, സാമ്പത്തിക ബലമില്ലാത്ത ദൈവമക്കൾ ചിതറിപ്പോയി. കേട്ടോണം, ഇത് ശ്രദ്ധിച്ച് കേട്ടോണം. ആ പീഡയിൽ ചിതറിയവരിൽ കുറച്ച് പേര് അങ്ങോട്ട്, നല്ലൊരു സംഘം എവിടോട്ടാണ് പോയെന്ന് പറയുക? ദമസ്കോസിലോട്ടാണ് പോയത്. അപ്പോൾ പീഡകനായ ശൗലിന് അറിവ് കിട്ടി. യെരൂശലേമിലെ പീഡയിൽ ചിതറിയവർ നല്ലൊരു ഗ്രൂപ്പ് എവിടെയുണ്ട്? ദമസ്കാസിലുണ്ട്. അയാൾ യെരൂശലേമിൽ നിന്നും വെച്ച് പിടിച്ച് ദമസ്കാസിലേക്ക് വരികയാണ്. എങ്ങനെയാണ് വരുന്നത്? യെരൂശലേമിലെ പള്ളിയുടെ പുരോഹിതന്മാർക്ക് അധികാരപത്രം മേടിച്ച്, അധികാരപത്രം വലം കൈയിൽ ചുരുട്ടിപ്പിടിച്ച് ഒരു കുതിരയുടെ പുറത്തിരുന്ന്, ഒരു കൈയിൽ അധികാരപത്രം, മറുകൈയിൽ കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ച് ഏതാണ്ട് 6 ദിവസം യാത്ര ചെയ്താണ് യെരൂശലേമിൽ നിന്നും ദമസ്കസിലേക്ക് വരുന്നത്. വരവിൻ്റെ ലക്ഷണം എന്നാണെന്നറിയാമോ? യോഗം കൂടാനല്ല. വരവിൻ്റെ ലക്ഷണം എന്നാ? ഇച്ചിരി വസ്തു മേടിച്ച് വീട് വയ്ക്കാനല്ല. വരവിൻ്റെ ലക്ഷ്യം എന്നാണെന്നറിയാമോ? യെരൂശലേമിലെ പീഡയിൽ ചിതറി ദമസ്കോസിൽ പാർക്കുന്നവരെ പിടിച്ചു കെട്ടി ഇല്ലാതാക്കാൻ. ഇന്ന് രാത്രി സ്തോത്രം ചെയ്തോണം കേട്ടോ. ഒരിടത്തും നിന്നെ ഉറപ്പിക്കത്തില്ലെന്ന് ശത്രു അണിയറയിൽ വാദിക്കുമ്പോൾ നമ്മുടെ ദൈവം നമ്മെ ഇളക്കുന്നവനല്ല, ശത്രു ഇളക്കിയ സ്ഥാനത്ത് നമ്മെ ഉറപ്പിക്കുന്നവനാ നമ്മുടെ ദൈവമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ കൈകൾ അടിച്ച് ആത്മാവിൻ ശക്തിയോടെ ഒന്ന് ബലപ്പെട്ട്. ഒരിടത്തും നിന്നെ ഉറപ്പിക്കത്തില്ല, ഒരിടത്തും നിന്റെ ഭാവി ഉറപ്പിക്കത്തില്ല, ഒരിടത്തും നിന്റെ തലമുറ ഉറപ്പിക്കത്തില്ല, ഒരിടത്തും നിന്റെ കുടുംബത്തെ ഉറപ്പിക്കത്തില്ല എന്ന് നിന്റെ പ്രതിയോഗിയായവൻ അണിയറയിൽ വാദിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവമൈതലേ, നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നിന്നെ ഉറപ്പിക്കുന്നവനാണ്. അതുകൊണ്ട് വചനത്തിലൂടെ ഞാനൊരു പ്രവചനം നിങ്ങളോട് പറയാം. 2025 ദൈവം നിന്നെ ഉറപ്പിക്കുന്ന വർഷമാണ്. 2025 ദൈവം നിന്റെ ശുശ്രൂഷയെ ഉറപ്പിക്കുന്ന വർഷമാണ്. 2025 ദൈവം നിന്റെ തലമുറയെ ഉറപ്പിക്കുന്ന വർഷമാണ്. 2025 ദൈവം നിന്റെ ഭാവിയെ ഉറപ്പിക്കുന്ന വർഷമാണ്. ദമസ്കസിന്റെ പടിക്കലേക്ക് വരികയാണ്. യെരൂശലേമിലെ പീഡയിൽ ചിതറി ദമസ്കസിൽ പാർക്കുന്നവരെ ഇല്ലാതാക്കാൻ. അവിടെ വിവരിപ്പാൻ ഏറെയുണ്ട്, വിട്ടുകളഞ്ഞ് വെട്ടിച്ചുരുക്കാനും നിർവാഹമുള്ളൂ.
ദമസ്കസിൻ്റെ പടിക്ക് വന്നപ്പോൾ സംഭവിച്ച എന്നാന്നറിയുമോ? നട്ടുച്ച നേരത്ത്, അതാ പോയിന്റ്, കോടി സൂര്യപ്രഭയെ വെല്ലുന്നൊരു പ്രകാശം പീഡകനായ സൗലിന്റെ മുഖത്തോട്ട് അടിച്ചിട്ട് തലയ്ക്ക് ചുറ്റും മിന്നി. അമ്പാ, ആ പ്രകാശകിരണത്തിന്റെ പ്രത്യാഘാതത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തവൻ കുതിരപ്പുറത്തു നിന്ന് പൊത്തോന്ന് താഴെ വീണ് ദമസ്കസിന്റെ പടിക്കൽ ഒരു മഴവില്ല് പോലെ വളഞ്ഞു കിടക്കുക. നട്ടുച്ച നേരം കോടി സൂര്യപ്രഭയെ വെല്ലുന്ന പ്രകാശം മുഖത്തടിച്ച് അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പൊത്തോന്ന് വീട് ദമസ്കോസിന്റെ പടിക്കൽ മഴവില്ല് പോലെ വളഞ്ഞു കിടക്കുമ്പോൾ ഉദിച്ച പ്രകാശത്തിന്റെ മറവിൽ ഒരു വിളി. എന്താ? ശൗലേ, ശൗലേ. വിളിയുടെ പുറകെ ഒരു ചോദ്യം, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? അവിടെ എൻ്റെ കർത്താവിനോട് ഒത്തിരി എനിക്ക് ഇഷ്ടം തോന്നിയത് കേട്ടോ. നീ ആ പാവങ്ങളെ തല്ലാൻ പോകുന്ന എന്താന്നല്ല, എടാ കായിക ബലമില്ലാത്ത, സംഘബലമില്ലാത്ത, അംഗബലമില്ലാത്ത ഒരുപിടി പാവങ്ങളെ ഉപദ്രവിക്കാൻ പോകുന്നത് എന്താന്നല്ല ദൈവം ചോദിച്ചത്. നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ഇന്ന് രാത്രി അവനെ അനുഗമിക്കുന്ന ദൈവ പൈതലേ, നമ്മൾ അനാഥരല്ല, നമ്മൾ അശരണരല്ല, നമ്മൾ ആലംബഹീനരല്ല, നമ്മൾ ഉടമസ്ഥനില്ലാത്തവരല്ല. ഇന്ന് രാത്രി നമുക്കൊരു ഉടമസ്ഥനുണ്ട്. എന്റെ മക്കളെ തൊട്ടാൽ എന്റെ കണ്ണിന്റെ കൃഷ്ണമണിക്ക് തൊടുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞവൻ ഇന്ന് രാത്രി നമുക്കുണ്ട്. തമ്പുരാന്റെ ചോദ്യമാണ്, നീ എന്നെ ഉപദ്രവിക്കുന്നത്? ഉടനെ പുള്ളി ചാടി എഴുന്നേറ്റു. ആ ചോദ്യം കേട്ടപ്പോൾ പുള്ളിയുടെ അരയുടെ പഴിഞ്ഞു, കാൽമുട്ടാടിപ്പോയി. ചാടി എഴുന്നേറ്റിട്ടൊരു ചോദ്യമാ, എന്താടാന്നല്ല, പവറൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എന്താടാന്നാ ചോദിക്കേണ്ടതില്ലേ? അതിനുള്ള സ്വാധീനമൊക്കെ പുള്ളിക്കുണ്ട്. പക്ഷെ ചോദിച്ചെന്നാ, നീ ആരാകുന്നു? അയ്യോ, നോക്ക്, യെരൂശലേമിൽ പാർത്ത ദൈവമക്കളെ അടിച്ചോടിച്ച് ദമസ്കോസിൽ നിന്ന് പീഡിച്ച് കെട്ടി അവരെ പീഡിപ്പിച്ച് കൊല്ലാൻ വേണ്ടി വന്നവൻ, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നു എന്ന ചോദ്യത്തിന് മുമ്പിൽ അവൻ കുഞ്ഞാടിനെ പോലെ പഞ്ചഭുജമടക്കി തലകുണിച്ച് ചോദിക്കുന്ന ചോദ്യം, നീ ആരാകുന്നു? കർത്താവേ. അപ്പം ഇതുവരെ കർത്താവിൻ്റെ വിളി പുള്ളി കേട്ടിട്ടില്ല. കാരണം കർത്താവ് വിളിക്കുന്ന എങ്ങനെയാണെന്ന് പുള്ളിക്കറിയാം. ന്യായപ്രമാണം കമ്പോട് കമ്പ് ചേർത്ത് വെച്ച് പഠിച്ച പക്വൽ ഭക്തനല്ലേ, അവനറിയാൻ ന്യായപ്രമാണ കാലത്തെ യഹോവ തൻ്റെ ദാസന്മാരെ വിളിക്കുന്നത് എങ്ങനെയാണെന്നറിയാം. ശമൂവേലിനെ വിളിച്ചതെങ്ങനാ? ശമൂവേലേ ശമൂവേലേ. അബ്രഹാമിനെ വിളിച്ചതെങ്ങനാ? അബ്രഹാമേ അബ്രഹാമേ. എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. പഴയ നിയമ കാലഘട്ടങ്ങളിൽ യഹോവ അരുളി ചെയ്തത് ഒരാവർത്തിയല്ല, രണ്ടാവർത്തിയാ. അതിനുവേണ്ടി ഓടിയവനെ അതേ സ്റ്റൈലിൽ വിളിക്കുക. ദൈവം അത്ര കരുണയുള്ളവനാ. നമ്മുടെ അവസ്ഥ അറിഞ്ഞ്, നമ്മുടെ പരിമിതികൾ അറിഞ്ഞ് എപ്പോഴും നമ്മോട് ഇടപെടുന്ന ആമേ സ്നേഹമുള്ളവനാ നമ്മുടെ ദൈവം. നീ എന്നെ ഉപദ്രവിക്കുന്നത്? ഉടനെ പുള്ളി ചാടി എഴുന്നിട്ട് ചോദിക്കാം, നീ ആരാകുന്നു? ഉടനെ ആ ശബ്ദം തിരിച്ചു പറഞ്ഞത്, ഞാൻ നീ ഉപദ്രവിക്കുന്ന യേശു അത്രേ. ചാടി എഴുന്നേറ്റ് അറിവ് കഴിവുകളെല്ലാം ഉരിഞ്ഞു നസ്രായിൻ്റെ പാദത്തിൽ വെച്ച് ആയുധം വെച്ച് കീഴടങ്ങി. അന്ന് മുതൽ താൻ കർത്താവിൻ്റെ ഒരു മകനായി മാറി. അന്ന് മുതൽ സുവിശേഷത്തിൻ്റെ പ്രചാരവാഹകനായി മാറി. അന്ന് മുതൽ ദൈവകരങ്ങൾ പ്രയോജനപ്പെടുന്ന ഒരു അഭിഷിക്തനായി മാറി. അങ്ങനെ ദമസ്കസിൻ്റെ പള്ളിക്കൽ വെച്ച് ശൗല് കർത്താവിനെ കണ്ടു. എങ്ങനാ? കോടി സൂര്യ പ്രഭയെ വെല്ലുന്ന പ്രകാശകിരണമായി. പിന്നീട് അദ്ദേഹം എഴുതി, അവിടുന്ന് ഈ ലോകത്തിൽ പാപിയെ രക്ഷിക്കാൻ വരുന്നതിന് മുമ്പ് എങ്ങനാ? ദൈവരൂപത്തിലിരിക്കെ. ദൈവമാരാ? അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനല്ലേ? ദൈവരൂപത്തിലിരിക്കെ അവിടുന്ന് ഈ ലോകത്തിൽ പാപിയെ രക്ഷിപ്പാൻ വന്നത് എങ്ങനെയാ? ഒന്ന്, ദൈവത്തോടുള്ള സമത്വം വിട്ടുകളഞ്ഞു, മുറുകെ പിടിച്ചില്ല. രണ്ട്, ദാസരൂപമെടുത്ത്. മൂന്ന്, മനുഷ്യ സാദൃശ്യത്തിലായി. നാല്, തന്നെത്താൻ ഒഴിച്ച്. അഞ്ച്, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. ആറ്, തന്നെത്താൻ താഴ്ത്തി അവിടുന്ന് ലോകത്തിൽ വന്നു. ഇതെല്ലാം ചേർത്ത് രണ്ട് കാര്യം മാത്രം പറഞ്ഞ് ഞാൻ നിർത്താം. അവിടുന്ന് ലോകത്തിൽ ദൈവത്തെ വെളിപ്പെടുത്താൻ വന്നത് എങ്ങനാ? പാപിയെ രക്ഷിക്കാൻ വന്നത് എങ്ങനാ? ഒന്ന്, തന്നെത്താൻ ഒഴിച്ചവനായി. രണ്ട്, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. ഈ രണ്ടിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒന്ന്, തന്നെത്താൻ ഒഴിച്ചവനായി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. രണ്ട്, വേഷത്തിൽ ആരാ? മനുഷ്യനായി വിളങ്ങിയെന്ന്. തന്നെത്താൻ ഒഴിച്ചു. പാപിയെ രക്ഷിപ്പാൻ യേശുക്രിസ്തു ലോകത്തിൽ വന്നത് എങ്ങനെയാ? ഉന്നതനായിട്ടല്ല, ദൈവരൂപത്തിലല്ല, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായിട്ടല്ല, മാറത്ത് പൊൻകച്ച കെട്ടിയവനായിട്ടല്ല, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവനായിട്ടല്ല,
പാപിയെ രക്ഷിപ്പാൻ യേശുക്രിസ്തു ലോകത്തിൽ വന്നത് തന്നെ താൻ ഒഴിച്ചവനായി. അതാ പൗലോസ് പറയുന്നത്, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചില്ല. മറ്റൊരു മലയാളം കേൾക്കണോ? ഗാംഭീര്യ പരിവേഷങ്ങളെല്ലാം മാറ്റി. ഗ്രീക്കിലൊരു പദമുണ്ട്, കീനോസ്. എനിക്കറിയാവുന്ന ചുരുക്കം ചില ഗ്രീക്ക് പദങ്ങളിലൊന്ന് കീനോസ്. കീനോസ് എന്ന വാക്കിന്റെ അർത്ഥം ഒഴിഞ്ഞവനായി, ശൂന്യനായി. ഭാവിയെ രക്ഷിപ്പാൻ ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തു ലോകത്തിൽ വന്നത് കീനോസായി, ഒഴിഞ്ഞവനായി, ശൂന്യനായി, ഗാംഭീര്യ പരിവേഷങ്ങളെല്ലാം മാറ്റിയവനായി. അടുത്തൊരു കാര്യം പറയാം. വേഷത്തിൽ ആരായി? മനുഷ്യൻ. മനുഷ്യനല്ല, വേഷത്തിൽ എവിടെ ആരായതാ? മനുഷ്യനായി. കണ്ട ഒരു പാട്ടുകാരൻ പാടിയത്, വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനെ. നിങ്ങൾക്ക് സന്തോഷമൊന്നുമില്ല ഇത് കേട്ടിട്ട്? രണ്ടുപേരെയാണെന്ന് പാടാം. കൈയടിച്ച് എൻ്റെ കൂടെ ഒന്ന് പാടിക്കോ, മഴയുടെ തണുപ്പങ്ങ് മാറട്ടെ. വേഷത്തിൽ മനുഷ്യനായി, കൈ ഒന്നടിച്ച്. കാണപ്പെട്ടോനെ, മനുഷ്യജന്മം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനെ, മനുഷ്യജന്മം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു ഞാൻ. വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു എൻ്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. രക്ഷകനെ നന്ദിയോടെ. വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനെ, വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനെ, മനുഷ്യജന്മം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. മനുഷ്യജന്മം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നേ ഞാൻ. വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നേ, വാഴ്ത്തിടുന്നേ ഞാൻ. എൻ്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നേ ഞാൻ. എൻ്റെ രക്ഷകനെ നന്ദിയോടെ. അടുത്തൊരു വരിയുണ്ട്. മാട്ടിൻ തൊഴുത്തിൽ പിറന്ന മാന്യസുതനേ, മാട്ടിൻ തൊഴുത്തിൽ പിറന്ന മാന്യസുതനേ, ഹീനവേഷമെടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. ഹീനവേഷമെടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. പാപികൾക്കായി നീതി വഴി ഓതിത്തന്നോനേ, പാപികൾക്കായി നീതി വഴി ഓതിത്തന്നോനേ, പാരിടത്തിൽ നിന്നെ ഓർത്തു വാഴ്ത്തിടുന്നു ഞാൻ. പാരിടത്തിൽ നിന്നെ ഓർത്തു. ഓ കുരിശെടുത്തു മലമുകളിൽ നടന്നു പോയോനേ, കുരിശെടുത്തു മലമുകളിൽ നടന്നു പോയോനേ, തൃപ്പാദം രണ്ടും ചുംബിച്ചിപ്പോൾ വാഴ്ത്തിടുന്നു ഞാൻ. തൃപ്പാദം രണ്ടും കരമടിച്ചവനെന്ന് വാഴ്ത്തോ. ഓ വാഴ്ത്തിടുന്നേ, വാഴ്ത്തിടുന്നേ, വാഴ്ത്തിടുന്നേ ഞാൻ. വാഴ്ത്തിടുന്നേ, വാഴ്ത്തിടുന്നേ, വാഴ്ത്തിടുന്നേ ഞാൻ. എൻ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നേ ഞാൻ. എൻ രക്ഷകനെ നന്ദിയോടെ. എത്ര അർത്ഥസമ്പുഷ്ടമായ വരിയാണ്. എന്റെ വിമോചകനെ കുറിച്ച് പതിറ്റാണ്ടുകൾക്ക് പിറകിൽ പാട്ടുകാരൻ എഴുതിയത്. മാട്ടിൻ തൊഴുത്തിൽ പിറന്ന മാന്യസുതനെ, ഹീനവേഷമെടുത്ത നിന്നെ വാഴ്ത്തുക. ശേഷം അവനെ കടത്തിയത്. കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാണ്. ജനിച്ച ശേഷം അവനെ കിടത്തിയത് പശുത്തൊട്ടില്ല. കിടത്തിയത് എവിടാണേലും, പിറന്നു വഴിയോരത്താണേലും, പാട്ടുകാരൻ അവനെക്കുറിച്ച് പറയുക മാന്യസുതന. എങ്ങനെ ഇരുന്നാലും യേശുവിനെ പോലെ യോഗ്യൻ ആരാ ഉള്ളത്?
മനുഷ്യത്വത്തിലിരുന്നാലും ദൈവത്വത്തിലിരുന്നാലും പുത്രത്വത്തിലിരുന്നാലും ദാസത്വത്തിലിരുന്നാലും മഹത്വത്തിലിരുന്നാലും മരക്കുരിശിൽ തകർന്നു കടന്നാലും അവനെ പോലെ യോഗ്യൻ, അവനെ പോലെ ശ്രേഷ്ഠൻ ആരുണ്ട്? കരമുയർത്തി അവനെ ഒന്ന് മഹത്വപ്പെടുത്തോ. ഹല്ലേലൂയ. വേഷത്തിൽ മനുഷ്യനായി, ഞാനത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുക. വേഷത്തിൽ ആരായി? മനുഷ്യനായി വിളങ്ങിയ ഇങ്ങോട്ട് വന്നത്. അപ്പൊ എത്ര അത്ഭുതമാ സ്നേഹിത യേശുവിൻ്റെ ജനനം. ഈ പ്രപഞ്ച ചരിത്രത്തിലെ ഏറ്റവും വലിയ മിറാക്കിൾ, ഏറ്റവും വലിയ അത്ഭുതം കുത്തബ്മീനാറോ നയാഗര വെള്ളച്ചാട്ടമോ താജ്മഹാളോ ഇവിടെ ഉദിച്ചുയർന്ന 21 നാഗരികതകളോ അല്ല. പ്രപഞ്ച ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതം യേശു ക്രിസ്തുവിന്റെ ജനനമാണ്. മാരാമൺ കൺവെൻഷനിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ആത്മീക സമ്മേളനമാണ് മാരാമൺ കൺവെൻഷൻ. ഞങ്ങളുടെ അടുത്ത മിക്കവാറും ഒക്കെ ഞങ്ങൾ എല്ലാ വർഷവും പോകാറുണ്ട്. കരിപ്പെട്ടി മേടിക്കാനല്ല, പ്ലാവും തൈ മേടിക്കാനല്ല, പ്രസംഗം കേൾക്കാനേ. നല്ല പ്രസംഗമാണ്. പോകുന്നവരൊക്കെ കരിപ്പെട്ടിയും പ്ലാവും തൈയും കമുകും ഒക്കെ മേടിച്ചുകൊണ്ട് പോരും. പൂഴിയെല്ലാം അടിച്ച് തുമ്മി ആ മണപ്പരപ്പ് ശാന്തമായിരുന്നു കേൾക്കാം വചനം. കുറേ വർഷങ്ങൾക്ക് പുറകിൽ ഈ ചന്ദ്രനിൽ പോയി ഗവേഷണം നടത്തിയ ഒരു സയൻറ്റിസ്റ്റ്, ഒരു ശാസ്ത്രജ്ഞൻ അവിടെ വന്നു. അയാളെ പത്രക്കാർ ഇൻ്റർവ്യൂ ചെയ്തു. പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, അതേ ഞാൻ ആ ചന്ദ്രനിൽ പോയതൊന്നുമല്ല അത്ഭുതം. അവിടെ ചെന്നപ്പോൾ അതിലും വലിയൊരു അത്ഭുതം എനിക്ക് മനസ്സിലായി. അയാൾ പറഞ്ഞു, ഇവിടെ നിന്ന് നോക്കിയാൽ മേപ്പോട്ട് കാണുന്ന ആ ചന്ദ്രനെയും ചന്ദ്രനേക്കാൾ വലിപ്പമുള്ള ഈ ഭൂമിയെയും ഭൂമിയേക്കാൾ 1000 മടങ്ങ് വലിപ്പമുള്ള സൂര്യനെയും സൂര്യനേക്കാൾ 10,000 മടങ്ങ് വലിപ്പമുള്ള നക്ഷത്രജാലങ്ങളെയും ചരാചര നിമിത്തമായ സകല പ്രപഞ്ചത്തെയും ഉളവാകട്ടെ എന്ന ഒറ്റ വാക്കിൽ ഉളവാക്കിയ സർവശക്തനും സൃഷ്ടാവും പരമകാരുണികനുമായ മഹാദൈവം പാപത്തിൽ ആണ്ടുപോയ തന്റെ സൃഷ്ടിയെ രക്ഷിപ്പാൻ ഈ താണഭൂമിയിൽ ഇറങ്ങി വന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. ആ അത്ഭുതമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു. സുഹൃത്തേ, അതുകൊണ്ട് ക്രിസ്തുവിനെ കേവലം ഒരു പ്രവാചകനായി മാത്രം കാണണ്ട, ക്രിസ്തുവിനെ കേവലം ഒരു മനുഷ്യനായി മാത്രം കാണണ്ട, ക്രിസ്തുവിനെ കേവലം ഒരു മധ്യസ്ഥനായി മാത്രം കാണണ്ട, ക്രിസ്തുവിനെ കേവലം ഒരു ഐതിഹ്യമായി മാത്രം കാണണ്ട. പാപത്തിൽ ആണ്ടുപോയ നിന്റെ പാപത്തിന്റെ വിമോചനത്തിന് വേണ്ടി നിന്നെ പോലെ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന നിന്റെ രക്ഷകനാണ്, എന്റെ രക്ഷകനാണ്, നമ്മുടെ രക്ഷകനാണ് യേശുക്രിസ്തു. സേവിച്ചതോ ഭജിച്ചതോ പിഞ്ചെന്നതോ പ്രതീക്ഷിച്ചതോ ആയതോ ഒന്നും നിന്നെ രക്ഷിച്ചില്ലേ. നിന്റെ ചോദ്യത്തിന് ഉത്തരം തരാൻ, നിനക്ക് നിത്യരക്ഷ തരാൻ, നിനക്ക് പാപമോചനം തരാൻ, നിനക്ക് ദിവ്യ സമാധാനം തരാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തി പ്രഭാവത്തെ ഈ തുറന്ന പ്ലാറ്റ്ഫോമിൽ ഞാൻ ഉയർത്താം. അത് യേശുക്രിസ്തുവാണ്. ആരുടെ ഹൃദയത്തിന്റെ കവാടം ഇന്ന് രാത്രി അവന് വേണ്ടി തുറക്കപ്പെടും. അവൻ നിന്നെ സ്നേഹിക്കുന്നു, അവൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നീ അവൻ്റെ സൃഷ്ടിയാണ്. എല്ലാറ്റിലും ഉപരി നിന്നെ അവൻ സ്നേഹിക്കുന്നു. നിന്റെ സകല തകർച്ചകളെയും നന്മയാക്കാൻ യേശുവിൻ്റെ സ്നേഹത്തിന് കഴിയും. എന്നെ സ്നേഹിക്കാൻ, കരുതാൻ, ചേർത്ത് പിടിക്കാൻ ആരുമില്ലല്ലോ എന്ന സങ്കടം നിരാശയായി ഭരിക്കുന്ന ആരെങ്കിലുമുണ്ടോ? ജന്മം നൊന്ത അപ്പനേക്കാൾ, ജനിപ്പിച്ച അമ്മയേക്കാൾ, കൂടപ്പിറപ്പുകളേക്കാൾ, പ്രാണന്റെ പാതിയേക്കാൾ നിന്റെ പരിമിതി അറിഞ്ഞ് നിന്നെ കരുതാൻ യേശു മതിയായ രക്ഷകനാ. ആ ഹൃദയം അവന് വേണ്ടി ഒന്ന് തുറക്കാൻ ആരുണ്ട്? അപ്പൊ അവിടുന്ന് ലോകത്തിൽ വന്നത് മനുഷ്യനായി. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, 2 മിനിറ്റ്. എന്തിനാണ് മഹാദൈവമായ ക്രിസ്തു വേഷത്തിൽ മനുഷ്യനായത്? ഇല്ലേ, വേഷത്തിൽ മറ്റൊന്നുമായിട്ടല്ല, വേഷത്തിൽ നല്ല പച്ച മനുഷ്യനായിട്ട്. എന്തുകൊണ്ടാണ് മഹാദൈവം വേഷത്തിൽ മനുഷ്യനായത്? അതിൻ്റെ ഉത്തരം ഒന്നേ ഉള്ളൂ, ക്രിസ്തു വേഷത്തിൽ മനുഷ്യനായത് മരിക്കാനാണ്. എന്തിനാണ്? എല്ലാവരും ലോകത്തിൽ വന്നത് ജീവിക്കാനാണ്, പക്ഷെ മരിക്കാൻ വന്ന ഒരുവനേ ഉള്ളൂ, യേശു. നമ്മളും ലോകത്തിൽ ജനിച്ചത് ജീവിക്കാനാണ്. കോവിഡ് വാക്സിൻ 3 എടുത്തു, 10 ഉണ്ട്, അതിനും തയ്യാറാന്ന് പറഞ്ഞ് നെഞ്ചും വിരിച്ചാണ് നമ്മളിരിക്കുന്നത്, അല്ലേ? എല്ലാവരും ജനിച്ചത് ജീവിക്കാനാണ്, പക്ഷെ മരിക്കാൻ ജനിച്ച ഒരുവനാണ്, യേശു ക്രിസ്തു മാത്രമാണ്. ദൈവമായിട്ട് ഇങ്ങോട്ട് വന്നാൽ മരിക്കാൻ പറ്റുമോ? അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണോടുകൂടെ, ഇല്ലേ, പെരുവെള്ളത്തിന്റെ ശബ്ദം പോലെ മാറത്ത് പൊൻകച്ച ധരിച്ചവനായി, ഉലയിൽ കാച്ചിപ്പഴിപ്പിച്ച വെള്ളോട്ടിന്റെ കാലുള്ളവനായി ഈ ലോകത്തിലോട്ട് വന്നാൽ ക്രൂശിൽ മരിക്കാൻ പറ്റുമോ? മഹാദൈവം മനുഷ്യനായി അവതാരം ചെയ്തത് മനുകുലത്തിന്റെ വിമോചനത്തിന് വേണ്ടി കാൽവറയിൽ പാപയാഗമാകാനാ, പരമയാഗമാകാനാ. ദൈവമായവൻ ദൈവമായി ഇങ്ങോട്ട് വന്നാൽ
ക്രൂശിൽ മരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവൻ വേഷത്തിൽ മനുഷ്യനായത് മരിക്കാനാ. അവിടെ ഒരു വിരോധാഭാസമുണ്ട്, അതിന് മറുപടി പറഞ്ഞ് നിർത്താം. ഞങ്ങളോട് ചോദിക്കാറുള്ള ചോദ്യം, യേശുക്രിസ്തു ദൈവമാണോ? കഴിഞ്ഞ ദിവസം ചോദിച്ചു, യേശു ദൈവമാണോ? അവിടുത്തെ കരുത്തേറിയ സന്ദേശത്തിൻ്റെ പ്രചാരവാഹകരായ ഞങ്ങൾക്ക് എപ്പോഴും പറയാനുണ്ട്, അവിടുന്ന് ദൈവം തന്നെയാണ്. അപ്പൊ ദൈവത്തിന് മരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചവരുണ്ട്. ദൈവത്തിന് മരിക്കാൻ കഴിയത്തില്ല. അപ്പൊ യേശു മരിച്ചില്ലേ? 100% യേശു മരിച്ചു. അപ്പൊ അവിടുന്ന് എങ്ങനെയാ ദൈവമാകുന്നത്? അതിന്റെ ഉത്തരമല്ലേ, വേഷത്തിൽ ഇവിടെ ആരായി? മനുഷ്യനായി. വേഷത്തിൽ മനുഷ്യനായി വന്നപ്പോൾ മരിക്കാനുള്ള സാവകാശം നേടിയെന്ന. ഇനി വേഷത്തിൽ മനുഷ്യനായതുകൊണ്ട് മരിക്കണമെന്നില്ലല്ലോ. പാപത്തിന്റെ ശമ്പളമല്ലേ മരണം, അല്ലേ? പാപത്തിന്റെ കൂലിയല്ലേ മരണം. അപ്പൊ യേശു മരിച്ചത് പാപിയായതുകൊണ്ടാണോ? അല്ല. യേശു മരിച്ചത് പാപം ചെയ്തുകൊണ്ടാണോ? അല്ല. യേശു പരിശുദ്ധനാണ്, 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 പരിശുദ്ധനാണ്. കൈ ഉയർത്തി ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതിന്റെ തെളിവ്, അവനെ വിസ്തരിച്ച ഒറ്റ കോടതികളിൽ ന്യായാധിപന്മാർക്കും അവനിൽ ഒരു തെറ്റും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ യേശു പരിശുദ്ധനാണെന്നേ, പരിശുദ്ധിയുടെ വിശ്വരൂപമാണെന്നേ, പരിശുദ്ധിയുടെ സുന്ദര പര്യായമാണെന്നേ. അപ്പൊ യേശു മരിച്ചത് പാപി ആയതുകൊണ്ടല്ല, പാപം ചെയ്തുകൊണ്ടല്ല. അവൻ മരിച്ചെന്താണെന്നറിയാമോ? ഗതസമനിലേക്കൊന്ന് വന്നേ ഒരു സെക്കൻഡ്. മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ പരമയാഗമാകുന്നതിന് മുമ്പ് ഒലിവിൻ മലയിലെ ഗതസമന തോട്ടത്തിൽ നമ്മുടെ കർത്താവ് പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ ലൂക്കോസ് തന്റെ സുവിശേഷത്തിൽ ആ പ്രാർത്ഥനയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്, പിന്നെ യേശു പ്രാണവേദനയിലായി. അടുത്തത് അതിശ്രദ്ധയോട് പ്രാർത്ഥിച്ചു. അടുത്തത് അപ്പോൾ ഒരു പ്രതിഭാസം അവനിലുണ്ടായി. ഉയർപ്പിന് പകരം എന്താ പുറത്തേക്ക് വന്നത്? ചോരത്തുള്ളി പോലെ. എന്തുകൊണ്ട് ഗതസമനയിൽ യേശു പ്രാണവേദനയിലായി? എന്തുകൊണ്ട് ഗതസമനയിൽ യേശുവിന്റെ വിയർപ്പിൻ കണങ്ങൾക്ക് പകരം ചോരത്തുള്ളി പുറത്തോട്ട് വന്നു? ഉത്തരം, യെശയ്യാവ് അവനെക്കുറിച്ച് പ്രവചിച്ചൊരു പ്രവചനം, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു പ്രവചനം നിവർത്തിയായി. ആ പ്രവചനം എന്താ? യഹോവാ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. മനുകുലത്തിന്റെ മുഴുവൻ അകൃത്യം ഏറ്റെടുക്കാൻ കരുത്തുള്ള ഒരേ ഒരാളേ ഉള്ളൂ, അത് യേശുക്രിസ്തു മാത്രമാണ്. അവന്റെ കാൽവറിയിലെ ദിവ്യബലിയെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവിൽ കണ്ടുകൊണ്ട് ഇസ്രായേലിന്റെ തലക്കനമെന്ന പ്രവാചകൻ പ്രവചിച്ചു, യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. സ്നേഹിത, പാപത്തിന്റെ കൂലിയാണ് മരണമെങ്കിൽ, പാപത്തിന്റെ ശമ്പളമാണ് മരണമെങ്കിൽ, പാപം ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യനെ നിത്യ മരണമാകുന്ന നരകത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കേണ്ടതിന് സകല മനുഷ്യന്റെയും പാപം യേശുക്രിസ്തു ഏറ്റെടുത്തു. നിന്റെ പാപം ഏറ്റെടുത്തു, എന്റെ പാപം ഏറ്റെടുത്തു, നമ്മുടെ പാപം ഏറ്റെടുത്തു. പാപഭാരത്താൽ വലയുന്ന വ്യക്തിയെ പാപപരിഹാരത്തിന് എങ്ങും ഓടണ്ട, ഒന്നും ചെയ്യണ്ട. നിന്റെ പാപം മോചിക്കാൻ നിന്റെ പാപം ഒരുവൻ ഏറ്റെടുത്തു, അത് യേശുക്രിസ്തുവാണ്. പാപം തകർത്ത ജീവിതത്തിന്റെ ശിക്ഷാസ് ആ വിമോചകനൊന്ന് സമർപ്പിച്ചു കൊടുത്താൽ മതി. അവനിലൂടെ പാപമോചനമുണ്ട്. പാപത്തിൻ്റെ ശമ്പളമാണ് മരണമെങ്കിൽ, പാപം നിത്യമരണമാകുന്ന കൊടും നരകത്തിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ കടത്തിക്കൊണ്ടു പോകാതിരിക്കേണ്ടതിന് സകല മനുഷ്യൻ്റെ പാപം ഗതസമനയിൽ അവൻ ഏറ്റെടുത്തു. യെശയ്യാ പറയുന്നുണ്ടല്ലോ, എനിക്ക് അങ്ങനെ നിർത്താൻ തോന്നുന്നില്ല, ഞാൻ 8:15 നിർത്താൻ തുടങ്ങിയതാ. എങ്ങനെ നിർത്താൻ തോന്നുന്നു? ഞാൻ വേഗം അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. യെശയ്യാവ് അവനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, അവനെ കാണുന്നവർ മുഖം മറച്ച് കളയത്തക്ക ക്രമത്തിൽ അവൻ ആരായി? വിരൂപനായെന്ന. കർത്താവ് ഏറ്റവും അധികം വിരൂപനായത് എപ്പോഴാണെന്നറിയാമോ? മുഖത്തെ താടിരോമങ്ങൾ പറിച്ചെടുത്തപ്പോഴല്ല, പുറത്ത് 150 മുറിവുണ്ടായപ്പോഴല്ല. അവൻ ഏറ്റവും അധികം വിരൂപനായത് എപ്പോഴാണെന്നറിയാമോ? ദേഹമാസകലൻ തല്ലി തരിപ്പണമാക്കിയപ്പോഴല്ല, വെള്ളം കിട്ടാതെ ദാഹിച്ചു വരണ്ടപ്പോഴല്ല, 17 വലിപ്പമുള്ള മുള്ളകൾ തലയോടിനകത്തേക്ക് ആടിനിറങ്ങിയപ്പോഴല്ല. ക്രൂശീകരണ വേളയിൽ അവൻ വിരൂപനായതൊരു ചിന്തകൻ ആത്മാവിൽ പറഞ്ഞത്, ഗതസമനയിൽ സകല മനുഷ്യന്റെയും പാപം അവന്റെ മേൽ ചുമത്തപ്പെട്ടപ്പോൾ അവൻ വിരൂപനായി. മനുഷ്യന്റെ പാപം മുഴുവൻ വഹിച്ചവൻ. 5 മതകോടതികളെ വിസ്താരത്തിന് ശേഷം പിലാത്തോസിന്റെ വിധിപ്രകാരം ഗബതയുടെ കൽത്തളത്തിൽ മരണയടിയേറ്റു. 1 കുറയെ 40 അടി അടിച്ച് തകർത്ത് തരിപ്പണമാക്കിയവൻ ഒരു ഭാഗത്തേക്ക് വലിച്ചു മാറ്റിയിട്ട് വിഷമുള്ളുകൊണ്ട് മടഞ്ഞ കിരീടമുണ്ടാക്കി അത് തലയിൽ വെച്ചു. ഇസ്രയേൽ സന്ദർശിക്കാൻ പോയ എൻ്റെ ഒരു പിതാവ് തിരിച്ചു വന്നപ്പോൾ ഒരു മുള്ള് എന്നെ കൊണ്ട് കാണിച്ചു. ഈ ഒരു 3 ഇഞ്ച് നീളം വരും. അദ്ദേഹം പറഞ്ഞു, ഈ ജാതിയിൽപ്പെട്ട ഇനത്തിൽപ്പെട്ട മുള്ള അവൻ്റെ തലയിലേക്ക് അടിച്ചിറക്കിയത്. എന്നിട്ട് അയാൾ പറഞ്ഞത്, ഒരു മുൾക്കുലയ, പഴക്കുലയെന്നും പൂക്കുലയെന്നും ഒക്കെ കേട്ടിട്ടുണ്ട്, മുൾക്കുലയെന്ന് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. തടിയോട് ചേർന്ന് വളരും, 2.5 അടി 3 അടി നീളം വരും.
അത് വിളഞ്ഞു പാകമാകുമ്പോൾ തടിയോട് ചേർത്ത് ചെത്തിയെടുത്തിട്ട് ഒലിവെണ്ണയ്ക്കകത്ത് മുക്കി അതിനെ തീക്കകത്തിടും. അപ്പോൾ ആ മുള്ളിന് കാരിരുമ്പിൻ്റെ കരുത്താകും. അത് വളച്ച് കിരീടം പോലെ ആക്കിയിട്ട നസ്രായൻ്റെ തലയിലേക്ക് അടിച്ചിറക്കിയത്. മുൾമുണ്ടി അണിഞ്ഞവൻ ഭാരമേറിയ മരക്കുരിശ് വഹിച്ച് പാലസ്തീൻ്റെ മണ്ണിളകിയ പാതകളിലൂടെ കാൽവറിയിലേക്ക് നടന്ന് 2 കള്ളന്മാർക്ക് നടുവിൽ അവസാനത്തുള്ളി ചോര ഒഴുക്കി അവൻ മരിച്ചു. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചവൻ മനുകുലത്തിൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു. യേശുവിൻ്റെ മരണം ആത്മഹത്യയല്ല, കൊലപാതകമല്ല, അപകടമരണമല്ല. നമ്മുടെ പാപത്തിൻ്റെ വിമോചനത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തൊരു പരമയാഗമാണ്. സ്നേഹിത, യേശു ക്രിസ്തുവിൻ്റെ ആ പാപയാഗം നിവർത്തിയാകുന്നത് എപ്പോഴാ? അവനെ നീ ഹൃദയത്തിൽ രക്ഷകനായി സ്വീകരിച്ചവൻ്റെ ബലിമരണത്തിൽ വിശ്വസിക്കുമ്പോൾ ആ യാഗം നിന്നിലും നിവർത്തിയാകുക. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചവൻ, മുഴുവനുകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചവൻ, കല്ലറയിൽ അടക്കപ്പെട്ടുവെങ്കിലും പൊളിക്കടോ ഈ മന്ദിരം 3 ദിവസം കൊണ്ട് പണിയാമെന്ന് പറഞ്ഞവൻ 3-ാം ദിവസം മരണത്തെ ജയിച്ച് ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് അവിടുന്ന് ഒരു വാഗ്ദാനം തന്നെ അനുഗമിക്കുന്ന ജനകോടികളോട് മൊഴിഞ്ഞു. എന്നെ അനുഗമിക്കുന്ന സമൂഹമേ, ലോകം നിങ്ങൾക്ക് അനുകൂലമല്ല, ശാശ്വതമല്ല. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോവുക. ഞാൻ പോയി സ്ഥലമൊരുക്കിയ ശേഷം ഞാനിരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് പോയതുപോലെ നിങ്ങളെ എൻ്റെ അരിക്കൽ ചേർക്കാൻ വരും. ഇത് പറഞ്ഞിട്ട് നേരെ അദ്ദേഹം സ്വർഗത്തിലോട്ടല്ല പോയത്. ഇത് പറഞ്ഞിട്ട് കർത്താവ് നേരെ ക്രൂശിലോട്ടാണ് പോയത്. അവിടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്താ സ്വർഗത്തിലേക്ക് പോയത്. അങ്ങനെയെങ്കിൽ സ്വർഗത്തിൽ അവൻ ഒരുക്കുന്ന നിത്യമായ വാസസ്ഥലം വേണമെങ്കിൽ ക്രൂശിൻ്റെ ചുവട്ടിലോട്ട് വരണം. ക്രൂശിക്കപ്പെട്ടവനെ രക്ഷകനായി സ്വീകരിക്കണം. യേശു ക്രിസ്തുവിലൂടെയുള്ള പാപമോചനവും രക്ഷയും പ്രാപിച്ചിട്ടില്ലാത്തവർക്ക് മരണാനന്തര നിത്യതയില്ല. ദാവീദിന്റെ സന്തതിയായി ജനിച്ചവൻ, മനുകുലത്തിന്റെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടി മരിച്ചവൻ, 3-ാം ദിവസം മരണത്തെ ജയിച്ചുയർത്തവൻ സ്വർഗത്തിലേക്ക് പോയി. വീണ്ടും വരാമെന്ന് പറഞ്ഞിട്ടാ പോയത്. വർഷമേറെ കഴിഞ്ഞു, വന്നില്ല. അവൻ ഭോഷ്ക് പറയാൻ മനുഷ്യനല്ല. ലോകത്തിൽ വന്ന് ജനിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തെങ്കിൽ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ അവൻ വീണ്ടും വരുമെന്ന വാഗ്ദാനം നിവർത്തിയാകാതിരിക്കത്തില്ല. കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തി ദിശയിൽ, ദിവസങ്ങൾ അതിൻ്റെ കടസ്യ ദിനങ്ങളിൽ ഇനി സംഭവിക്കാനെന്നേ ഉള്ളൂ. യേശുക്രിസ്തുവിൻ്റെ വരവാണ്. വരാനുള്ളവൻ എത്രയും വേഗം വരും. 2 കാര്യം സംഭവിക്കും. ആര് തർക്കിച്ചാലും എതിർത്താലും രണ്ടിലാദ്യം ഏത് സംഭവിക്കുമെന്ന് ഏതാദ്യം സംഭവിക്കുമെന്ന് നിശ്ചയമില്ല. ഒന്നെങ്കിൽ നമ്മുടെ മരണം, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ വരവ്. ഇതിൽ രണ്ടിലേതാദ്യം സംഭവിച്ചാലും മുഴു ലോകത്തേക്കാൾ വിലയേറിയ ഒരു ആത്മാവ് അകത്തുണ്ട്. ആ ആത്മാവിൻ്റെ നിത്യത ഉറപ്പുവരുത്തിയവർക്കായി സ്തോത്രം ചെയ്യുകയാണ്. മനുഷ്യ, നീ മുഴു ലോകം നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ നിനക്ക് എന്താ പ്രയോജനം? പണമുണ്ടാകാം, പവറുണ്ടാകാം, ബിരുദങ്ങളുടെ കൂമ്പാരമുണ്ടാകാം, ബന്ധങ്ങളും സ്വാധീനവും ഒക്കെ ഉണ്ടാകാം, ആഡംബര വാഹനവും വീടും ജീവിത ചുറ്റുപാടും ഒക്കെ ഉണ്ടാകാം. അതൊക്കെ മണ്ണുകൊണ്ട് തീരും, മരണം കൊണ്ട് തീരും, ശവക്കുഴി കൊണ്ട് അസ്തമിക്കും. അതിനപ്പുറം ഒരു ജീവിതമുണ്ട്, മറക്കരുത്. മുഴു ലോകത്തേക്കാൾ വിലയേറിയ നിന്റെ ആത്മാവ് മരണശേഷം കർത്താവ് ഒരുക്കുന്ന നിത്യവാസ സ്ഥലത്തെത്തണമെങ്കിൽ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കേ. ദാവീദിന്റെ സന്തതിയായി ജനിക്കുക മാത്രമല്ല, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശുക്രിസ്തുവാണ് സുവിശേഷം. അവിടുന്നാണ് രക്ഷകൻ, അവിടുന്നാണ് വിമോചകൻ. അവിടുത്തേക്ക് ഹൃദയത്തെ തുറന്നിട്ടില്ലാത്ത ആരെങ്കിലും ഈ ശബ്ദസീമയിലുണ്ടോ? അവിടുത്തെ ബലിമരണത്തിലൂടെ അവിടുന്ന് മാനവരാശിക്ക് വിഭാവന ചെയ്തിട്ടില്ലാത്ത, നിത്യരക്ഷ കരസ്ഥമാക്കിയിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇതാ രക്ഷാദിവസം, ഇതാ സുപ്രസാദകാലം. ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ തെറ്റി വിടിയാനല്ല. നിങ്ങളുടെ ജീവിതം ഒരു നിമിഷം യേശുവിനായി സമർപ്പിക്കുക. കണ്ണുകളൊന്ന് അടച്ച് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും തൽസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാം. കായിക സംഘം മുൻപോട്ട് വരും. അവർ പ്രത്യാശയുടെ ഗാനം പാടും. അവരോട് ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയട്ടെ. രോഗമുള്ള ഭാഗത്ത് കരം വയ്ക്കുക. കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ ഹൃദയവാതിൽ അവനായി മലർക്കെ തുറക്കുക. പാപത്തോട് വിട പറയുക. യേശു നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഉത്തരം പരിഹാരകനാണ്. നിങ്ങളുടെ പാപത്തിനും അവൻ വിമോചകനാണ്. അവൻ അസാധ്യമായി ഒന്നുമില്ല. ഒരു നിമിഷം കർത്താവിൻ്റെ കരത്തിലേക്ക് നമ്മെ ഒന്ന് സമർപ്പിക്കാം. ഈ യോഗത്തിൻ്റെ ആരംഭം തന്നെ അവസാനമാക്കി മാറ്റുവാൻ കാലാവസ്ഥ പ്രതികൂലമായെങ്കിലും ദൈവം നമുക്ക് കാലാവസ്ഥ അനുകൂലമാക്കി തന്നല്ലോ. ഈ ദേശം നിർമ്മല സുവിശേഷം കേൾക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയായതുകൊണ്ട് പ്രകൃതിയെ അവൻ തടഞ്ഞു നിർത്തി, അന്തരീക്ഷം അനുകൂലമാക്കിയല്ലോ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ,
ജനത്തെ തൃക്കരത്തിൽ സമർപ്പിക്കുമ്പോൾ അങ്ങയുടെ കൃപ ഇന്ന് രാത്രിയുടെ മേൽ വ്യാപരിക്കണമേ. ഇന്ന് രാത്രി രോഗങ്ങൾ അഴിയട്ടെ, വേദനകൾ അഴിയട്ടെ, ശാപത്തിന്റെ പാപത്തിന്റെ പാശങ്ങൾ അഴിയട്ടെ, ജീവിതങ്ങൾ വിടുവിക്കപ്പെടട്ടെ, കുടുംബങ്ങൾ ഇന്ന് രാത്രി വിടുവിക്കപ്പെടട്ടെ. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാണെങ്കിൽ വിശ്വസിക്കുന്ന മക്കളുടെ മേൽ ഈ വചനത്തിന്റെ വിളംബരങ്ങൾ ഇന്ന് രാത്രി ദൈവശക്തിയായി വിടുതലായി വ്യാപരിക്കട്ടെ. ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ.